അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പിന്നെ സൂറത്തുൽ മാഇദയിലെ 7 മുതലാണ് നമുക്ക് വിശദീകരിക്കാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും വമീസാഖഹു അല്ലദീ വാസഖകും ബിഹി ഇദ് ഖുൽതും സമീഅനാ വഅതഅനാ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ അലീമും ബിദാത്തിസ് സുദൂർ. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. വമീസാഖഹു അല്ലദീ വാസഖകും ബിഹി. അതുപോലെ അവൻ വാങ്ങിയ ഉടമ്പടിയെയും നിങ്ങൾ ഓർക്കണം. എപ്പോ? ഇദ് ഖുൽതും സമീഅനാ വഅതഅനാ. ഞങ്ങളെല്ലാം കേട്ടിരിക്കുന്നു, എല്ലാം അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സന്ദർഭം, നിങ്ങളിൽ നിന്ന് വാങ്ങിയ കരാറിനെ നിങ്ങൾ ഓർക്കണം. വത്തഖുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ അലീമും ബിദാത്തിസ് സുദൂർ. തീർച്ചയായിട്ടും അല്ലാഹു തആല ഹൃദയത്തിലുള്ളത് വരെ കൃത്യമായി അറിയുന്നവനാണ്. മനസ്സിലുള്ളത് അവൻ അറിയും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഏറെ ശ്രദ്ധിക്കണം. ആദ്യം പറയുന്നത് നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തിനെ ഓർക്കണം എന്നാണ്. എന്താണ് ഈ നിഅമത്ത്? ഈ നിഅമത്തിന്റെ പട്ടിക ഒന്നായിട്ട് നീണ്ടു കിടക്കണം. ഒരുപാട് നിഅമത്തുകളുണ്ട്. അതില് വലിയ ഒരു നിഅമത്ത് എന്താ വെച്ചാല്, കുഫ്റാകുന്ന ളുൽമത്തിൽ നിന്ന് ഈമാനാകുന്ന നൂറിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. സത്യനിഷേധം എന്ന് പറയുന്നത് അത് ഇരുട്ടാണ്. വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കണക്കിന് അത് വെളിച്ചമാണ്. ആ വെളിച്ചത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. രണ്ടാമത്തത് പറയുന്നത് വഖലഖഹും ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല രൂപത്തിൽ മനുഷ്യരെ സൃഷ്ടിച്ചു. രണ്ടർത്ഥമുണ്ട്. ഇപ്പോ അല്ലാഹു തആല പറഞ്ഞു ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന് പറഞ്ഞല്ലോ, അതാണ് ഇതിന്റെ ഉദ്ദേശം. തീർച്ചയായിട്ടും മനുഷ്യരെ ഏറ്റവും നല്ല രീതിയിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ, ഒന്ന് അവയവങ്ങളൊക്കെ പൂർണ്ണമാക്കി ഒരു കോലം പോലെ ആക്കി തന്നു. നമ്മൾ ഈ മുള്ളമ്മന്തിൻ്റെ ഒക്കെ മാർക്കാണെങ്കിലേ എല്ലാവർക്കും അടുത്തിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ അല്ലേ? അങ്ങനെയൊക്കെ വേണമെങ്കിൽ എൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് എത്ര, കുപ്പായിടാൻ പറ്റാത്തൊരവസ്ഥ, കൊളത്തി വലിക്കേണ്ട ഒരവസ്ഥ. ചിലരങ്ങനെ ആക്കുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകളൊക്കെ മുടി ഒന്നായിട്ട് ഇട്ട് പാറിയിട്ട് ഒരു ഉണ്ടാക്കിയിട്ട് ബസ്സിൽ ഇരുന്നാൽ പിന്നെ വേറെ ആർക്കും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇസ്ലാമിലൊരു സുന്നത്തായ കാര്യമാണെങ്കിലേ ഇപ്പോൾ വിവാദമാവുള്ളൂ. അത് മുടി അങ്ങനെ നന്നായിട്ട് തെറിപ്പിച്ച് വെക്കൽ വലിയൊരു സുന്നത്താണ്. അപ്പോൾ പിന്നെ എല്ലാവരും പറയും എന്ത് നായ, അല്ലെങ്കിൽ ഇത് എന്തൊരു ബുദ്ധിമുട്ടാണിത് എന്നൊക്കെ പറയും. ഫാഷനാകുമ്പോൾ പിന്നെ എന്തില്ല, അങ്ങനെയുള്ളോ. ഏതോ ഒരുത്തൻ്റെ മുട്ടിൻ്റെ ഇവിടെ കീറിയപ്പോൾ ഇപ്പോൾ പുതിയ മോഡല് ജീൻസ് കീറിയിട്ടാണ്. ഇപ്പോൾ ഒരു പുതിയ ജീൻസ് ഇറങ്ങണം, അതിൻ്റെ വില 50,000 റുപ്യാണ്. അതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ അതിൻ്റെ ബാക്ക് മൂത്രമൊഴിച്ചാർക്ക് തോന്നുന്ന എന്തൊരു കഷ്ടം. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴത്തെ മോഡൽ. അത് കണ്ടാൽ മൂത്രമൊഴിച്ചമാർക്കേ തോന്നുള്ളൂ. ഞാൻ പിട്ടമാർക്കൊരു കോലത്തിൽ വരും, അതിന് 1 ലക്ഷം കയറും. എന്താ ചെയ്യുക, ഓരോരോ ഫാഷനുകളാണ്. എന്നാൽ മനുഷ്യരെ അല്ലാഹു തആല ഏറ്റവും നല്ല രൂപത്തിലാണ് സൃഷ്ടിച്ചത്. ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും നല്ല ഉദാത്തമായ രീതിയിലാണ് മനുഷ്യരെ സൃഷ്ടി. അത് വലിയൊരു അനുഗ്രഹമാണ്. അത് ഒന്ന് അവയവങ്ങളൊക്കെ പൂർണ്ണമാക്കി തന്നൊരു കോലം പോലെ ആക്കി തന്ന രൂപം ഒന്ന്. രണ്ടത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ, അതായത് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നന്മ സ്വീകരിക്കാനുള്ള ഒരു പാകതയിൽ സൃഷ്ടിച്ചു എന്നാണ്. അപ്പൊ ഹയാത് തന്നു, ജീവികൾക്കില്ലാത്ത അത് ഒന്ന്.
അള്ളാഹു തആല എന്ത് ചെയ്തു? ഹയാഹ് തന്നു. അതൊക്കെ മനുഷ്യന് പ്രത്യേകത തന്നതാണ്, മൃഗങ്ങൾക്കില്ലാത്തത് തന്നതാണ്. അപ്പോൾ അതാണ് ഈ അനുഗ്രഹം. അത് നിങ്ങൾ എപ്പോഴും ഓർക്കണം കേട്ടോ എന്നാണ്. മറ്റൊന്ന് എന്താ വെച്ചാൽ പിന്നെ ഹിദായത്ത്. നമ്മൾ ആദ്യം പറഞ്ഞു തന്നെ ആ പിന്നെ ഈമാനാകുന്ന ആ നൂറ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ബാക്കിയാണ് ഏത്? സിറാത്തുൽ മുസ്തഖീമിലൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളത്. അത് വലിയൊരു തൗഫീഖാണ്, അള്ളാഹിന്റെ വലിയ നിഅമത്താണ്. നമ്മളിപ്പോ മുസ്ലിമാണ്, കെട്ടുമട്ടൊക്കെ ഉഷാറാണ്. എന്നാ അതേ സമയത്ത് നമ്മൾ വഴി വിട്ടുപോയാലോ? ചിലപ്പോ നമ്മുടേതല്ലാത്ത കാരണത്താലാകും, തൗഫീഖില്ല, അറിയാതെ കാരണം ചിലപ്പോൾ നമ്മൾ പെടുന്നത്. ഞാൻ പോകുന്ന മാർഗമാണ് ശരിയെന്ന് കരുതിയിട്ട് അങ്ങനെ എത്രയോ ആളുകളുണ്ട്. അങ്ങനെ ഈ മാർഗം തെറ്റിക്കാനും ആൾക്കാരുണ്ട്. അങ്ങനെ ഇപ്പോൾ ആരും പറയാത്തത് പറയാ, അങ്ങനെയൊക്കെയാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ. അങ്ങനെയുള്ള ഓരോരുത്തരെന്തെയും അറിയപ്പെടാനും വേണ്ടിയും മറ്റുമൊക്കെയാണ് ഇപ്പൊ ഇന്ന് വലിയ വലിയ ആളുകൾ വരെ എന്ത് ചെയ്യാണ് പറയണം ഒറ്റ കാച്ചലേകാരം. പക്ഷെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എത്രയെന്ന് മനസ്സിലാക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിന്റെ സമയത്തിൽ ഒരു കൂട്ടർ തർക്കിച്ചിട്ട് പറയാണ്, പിന്നെ എന്തിനാണ് ഉറക്കണത്തിന്റെ രൂപത്തിൽ മൗലൂദ് ഓതുന്നത്? അപ്പൊ നമ്മളിപ്പോ ഈമുള്ള ആൾക്കാരൊക്കെ എല്ലാവരും സുബൈക്ക് എണീക്കണ്ട തന്നെയല്ല, എന്നിട്ട് അവിടെ ഒരു ഉറങ്ങല്. അത് ഒന്ന്. മറ്റൊന്ന്, അതിപ്പോ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ്. നാട്ടാരെ മുഴുവൻ റബീഉൽ അവ്വൽ 12 രാവിലെ എല്ലാവരും കൂടി ഇറങ്ങടാക്കുന്ന മൗലൂദ് നമ്മൾ പുറത്തേക്ക് വിട്ടുകണ്ട് ഈ പിന്നെ മൈക്ക് സെറ്റിലൂടെ പുറത്തേക്ക് വിട്ട് ഇടങ്ങാനാക്കണേ നമ്മൾ എപ്പോഴും പറയേണ്ടതാണ്. അതേ സമയത്ത് ഇപ്പൊ പറഞ്ഞ് ബാങ്ക് ശബ്ദം കുറക്കണം എന്നാണ്. അത് കുറച്ച് ഏറിപ്പോയി പറയരുത്. എന്താ കാരണം എന്നറിയോ? ബാങ്ക് തന്നെ നമ്മളെ ഒരു ഷിയാറാണ്. ബാങ്ക് പറഞ്ഞാൽ നമ്മളൊരു അടയാളാണ്. അതിനൊന്നും ആരും വെറുക്കണില്ല. പിന്നെ അതിന്റെ ശബ്ദത്തിൽ വെറുപ്പുള്ളവർക്ക് ബാങ്ക് കൊടുക്കേണ്ടവന്റെ തലന്നെ ഉടലുമെന്ന് വേറെടുക്കണം എന്നുള്ളവരാണ്. അത് ശബ്ദം കുറക്കുന്നത് വിഷയമൊന്നുമില്ല. അത് 1-2 മിനിറ്റ് എല്ലാവർക്കും. എൻ്റെ അയലോക്കത്തിൻ്റെ ഒരു ഹിന്ദു സ്ത്രീ, അവര് ബാങ്ക് കൊടുക്കുമ്പോൾ അടിച്ചോരെയാണെങ്കിൽ ആ ചൂല അവിടെ ഇട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ ജനഗണമനൊക്കെ ചെല്ലുമ്പോണ്ടല്ലോ നമുക്ക് അതിനൊരു ബഹുമാനിച്ചത്, അതേപോലെ നിൽക്കും. എൻ്റെ അടുത്ത് ഒരു നിസ്കാരപ്പള്ളി ഞങ്ങൾ പുതിയത് മഹല്ലാമറ്റിൻ്റെ കീഴിൽ നിസ്കാരപ്പള്ളി ഉണ്ടാക്കി. അപ്പോൾ ഇനി പെർമിഷൻ കിട്ടാൻ വലിയ പണിയാണല്ലോ. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് അടുത്തുള്ളവരോടൊക്കെ അന്വേഷിച്ചപ്പോൾ ഹൈന്ദവ സഹോദരങ്ങളാണ്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ലൗഡ് സ്പീക്കർ ഉപയോഗം മറ്റൊരു പ്രശ്നമില്ല. എന്നിട്ട് അയിപ്പെട്ടൊരു ഹിന്ദു നമ്മളെ സെക്രട്ടറിയോട് പറഞ്ഞു, നിങ്ങൾ ആ ബാങ്ക് കൊടുക്കാനുള്ള മൈക്കിൻ്റെ പൈസ വേണമെങ്കിൽ ഞാൻ തെറ്റട്ടോ. അതെ നമ്മളെ നാട് കേട്ടോ. നമ്മൾ വെറുതെ കളിക്കുക. നമ്മൾ കിട്ടിയ ആനുകൂല്യങ്ങളൊന്നും കളയണ്ട. അതൊരു ഇസ്സത്താണ്. സുബൈക്കൊക്കെ ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോഴേ രോമം ഇങ്ങനെ എഴുന്നേറ്റും. ബാങ്കിന്റെ ശബ്ദം ഒന്നും ഓർക്കണ്ട. അത് എത്ര ചെടികളും എത്ര മണൽത്തരികളും കേൾക്കുന്നോ കൊടുക്കുന്നവർക്കും മറ്റൊക്കെ അവിടെ കൂലിയുണ്ട്. പിന്നെ ചില സാഹചര്യങ്ങൾ ചില ഏരിയയിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അഖണ്ഡനാമ യജ്ഞം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ പരിപാടിയുണ്ട് ക്ഷേത്രത്തിൽ. ക്ഷേത്രം പള്ളി ഒരു വളപ്പിലുള്ള ഒരിടത്ത് അവിടെ എന്താ ചെയ്തുകൊണ്ട് അറിയോ? അവിടുത്തെ ആൾക്കാരെ സൗഹൃദം നോക്കണം, പോസിറ്റീവായിട്ട് കാണണമല്ലോ. അവരെന്താ ചെയ്തത് വെച്ചാൽ അമ്പലത്തിലെ പരിപാടി 24 മണിക്കൂർ പോലും ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങൾക്ക് അതിൽ പരാതിയില്ല. പക്ഷെ അവിടെ എന്താ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വയറ് പള്ളിയിൽ കൊടുന്ന് വെച്ചിരിക്കുകയാണ്, ഒരു സ്വിച്ച് പള്ളിൻ്റെ ജനവാതിലുമേ കെട്ടി വെച്ചിരിക്കുകയാണ്. അതെന്തിനാ വെച്ചാൽ ബാങ്ക് കൊടുക്കേണ്ട സമയത്ത് അത് ഓഫാക്കാൻ. അപ്പോൾ ഫുള്ള് ലൈറ്റാണ് പോലെ സൗണ്ട് ഫുള്ളാണ് പോകും. ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ ഓല നേരെ തൊള്ളോണ്ട് പറയേണ്ട അവിടെ കേൾക്കുള്ളൂ. ബാങ്ക് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഓണാക്കിക്കൊണ്ടിരുന്നു ആലോചിച്ചു. അന്നെ ഒരു പറഞ്ഞിട്ട് ബാങ്കിന്റെ കുറച്ച് നേരത്തെ നിർത്തിക്കൊണ്ടിട്ടോ. അപ്പൊ തന്നെ ആൾക്കാർക്ക് അറിയാം ബാങ്ക് കൊടുക്കാനായിക്കണമെന്ന് അറിഞ്ഞോളും. ഈ രൂപത്തിലൊക്കെ ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കുന്ന മനുഷ്യന്മാരുടെ അടിയിലാണ് വെറുതെ എന്ത് ചെയ്യുന്നത് കുറെ ആളുകൾ വർഗീയത പറയുന്നതും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും കാര്യങ്ങളും ബാങ്കിനെ ഹൈന്ദവ സഹോദരങ്ങളും മറ്റൊക്കെ ആശ്രയിക്കുന്നുണ്ട്. സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കാനും മഗ്‌രിബിനെ ഈ അണ്ണാമാര് വരെ കൈക്കോട്ടുമെന്ന് മണ്ണ് കളയാൻ അസർ ബാങ്കിനെ ആശ്രയിക്കുന്നുണ്ട്. സുബൈക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകാനും മറ്റുള്ള ഒരുക്കത്തിന് സുബൈ ബാങ്കിനെ ആശ്രയിക്കുന്നവരുണ്ട്. ചോറുന്നാൻ ലോഹർ ബാങ്കിനെ ആശ്രയിക്കുന്നവരുണ്ട്. നമ്മക്കല്ലേ നിസ്കാരം. അപ്പം അതിലൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ക്രൈസ്തവരുടെ ഏരിയയിലാണെങ്കിൽ ഓൽക്കുള്ള സംഗീതങ്ങളും മറ്റും ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം. നമുക്ക് വളരെ സിമ്പിളാണ്. അവർ 2-3 മിനിറ്റിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്തത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ട്. അതൊന്നും നമ്മൾ ഒഴിവാക്കേണ്ടതില്ല. അതേ സമയത്ത് ബദർ മൗലൂദ് സുബൈക്ക് മൈക്കി കൂടി
ഈ ചിലയിടത്തുണ്ട് ദർശൊക്കെ ഉള്ള പള്ളിയിൽ ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹിയുള്ള ദിക്റുമായി കുരാൻ വിടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങോട്ടൊരു കാമഡി അതൊന്നും കോലം പോലെ ചെല്ലൂല്ല. ഇത് എന്താണെന്ന് തന്നെ തിരിയില്ല. പുറത്തേക്ക് പരപരപരപരപരാറിട്ട് വെറുതെ ഒരു ഇതായിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കേട്ടാൽ മതി. എന്നാൽ കേൾപ്പിക്കണ്ട. ഇപ്പോൾ നമ്മൾ ചിലയിടത്തുണ്ട് മഹലിൽ ആരെങ്കിലും മരിച്ചാൽ മൈക്കി കൂടി പിന്നെ ഒരു ജസ്റ്റ് ഒരു പറയൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതൊക്കെ ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. അതിലാർക്കെങ്കിലും പരാതി ഉണ്ടാവോ? ഇല്ലല്ലോ. മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ ഇവിടെ അപ്പോൾ ഹിദായത്ത് മുസ്തഖീമായ മാർഗത്തിലൂടെയുള്ള നമ്മുടെ പോക്ക് അതാണ് വലിയൊരു നിഅമത്ത്. അള്ളാഹു നൽകുന്ന നിഅമത്തുകൾ ഓർക്കണം എന്ന് പറഞ്ഞ അതാണ്. പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ പിന്നെ അലസ്തു ബി റബ്ബിക്കും എന്ന് അള്ളാഹു തആല ചോദിച്ചപ്പോൾ ബലാ എന്ന് മറുപടി പറയുകയും അതിൽ പിന്നെ ജഡാവസ്ഥയിൽ വന്നപ്പോൾ ഉറച്ചു നിൽക്കാൻ കഴിയുകയും ചെയ്തു എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. അപ്പോൾ നമ്മൾ പിന്നെ ആത്മീയ ലോകത്ത് വെച്ച് നമ്മളെല്ലാവരും അള്ളാഹിനോട് സമ്മതിച്ചതാണ് ബലാ. ഞാനല്ലേ ഞങ്ങളെ റബ്ബ് എന്ന് ചോദിക്കുമ്പോൾ അതെ നീ തന്നെയാണ് റബ്ബ് എന്ന് നമ്മളെല്ലാവരും പറഞ്ഞാണ്. പക്ഷെ നമ്മൾ പിന്നെ ഉമ്മാന്റെ വയറ്റിന്ന് പുറത്ത് വന്ന് സാഹചര്യങ്ങൾ വേറെ രൂപത്തിലായി പലരും എന്തായി അള്ളാഹുവിനെ നിഷേധിക്കുന്ന അവസ്ഥയിലെത്തി. അപ്പൊ നോക്കൂ നിങ്ങൾ, ഓൽക്കാൻ നിഅമത്ത് കിട്ടിയില്ല. ഇനി നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് നിഅമത്തുകൾ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ അതിനെ എണ്ണി കണക്കാക്കിയാൽ നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതിന് മാത്രം അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എണ്ണി തിട്ടം കെടുത്താൻ പറ്റില്ല. അപ്പോൾ അല്ലാഹു തആല പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹങ്ങൾ ഓർക്കണം. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണം. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താ? വമീസാഖഹുല്ലദീ വഅസഖകും ബി, അവൻ വാങ്ങിയ നിങ്ങളുടെ ആ ദൃഢമായ ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയെയും നിങ്ങൾ ഓർക്കണം. ഏതാണ് ആ ഉടമ്പടി? അതിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ അതിൽ വരുന്നുണ്ട്. ഒരു അഭിപ്രായം എന്താ വെച്ചാൽ ആ ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ അല്ലാഹു തആല നമ്മളോട് ചോദിച്ചു അത്രേ, എല്ലാ ആത്മാക്കളോടും ഞങ്ങളെ റബ്ബല്ലേ. അപ്പൊ നമ്മളെല്ലാവരും പറഞ്ഞു ബലാ, അതെ. ഇത് അങ്ങനെ നമ്മൾ സമ്മതിക്കുക എന്നുള്ളത് റബ്ബി നമ്മളെടുത്തുനിന്ന് വാങ്ങിയൊരു കരാറാണ്. ഇനി അതിൽ ഉറച്ചിക്കണം. അള്ളാഹുവിലെ വിശ്വാസം അതിനെപ്പറ്റി നിങ്ങൾ ഓർക്കണേ എന്നാണ്. എന്നാൽ അവിടെ ആ ബൈഅത്ത് പിന്നെ ഉടമ്പടി കൊണ്ടുള്ള ഉദ്ദേശം അത് ബൈഅത്തുർ റിദ്വാനാണ്. കാരണം ഇതിന്റെ ശേഷമുള്ള യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹ് എന്നുള്ളത് ആ ആയത്തിന്റെ അവതരണവും യഥാർത്ഥത്തിൽ അതിന്റെ പശ്ചാത്തലവും അതിന്റെ കാരണവും ബൈഅത്തുർ റിദ്വാനുമായി ബന്ധപ്പെട്ട സുൽഹുൽ ഹുദൈബിയയുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ വരുമ്പോ അന്ന് ആ മരത്തിന്റെ ചോട്ടിൽ വെച്ചൊരു കരാർ ചെയ്തു. അവർ കരാർ ചെയ്തത് നബിയോടാണ്. പക്ഷെ അള്ളാഹ് പറഞ്ഞത് അത് അള്ളാഹിനോടാ ഒരു കരാർ ചെയ്തതെന്നാണ്. ഒരു കരാർ ചെയ്ത് എല്ലാവരും മുത്തുനബിയുടെ കൈ പിടിച്ചിട്ടാണ് ഒരു കരാർ ചെയ്തത്. പക്ഷെ ആ കരാറിൽ ഇനി പിന്നെ ഓല ഉറച്ചിക്കണം. അങ്ങനെയാണ് അള്ളാഹ് പറഞ്ഞത് യദുല്ലാഹി ഫൗക അയ്ദിഹിം, എല്ലാരെ ശക്തിക്ക് മുകളിലും അള്ളാഹിന്റെ ഒരു ശക്തി ഉണ്ട്, പേടിക്കണ്ട എന്ന് പറഞ്ഞൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാല് പിന്നെ നമ്മൾ 1400 പേര് പിന്നെ ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട് ഹിജ്റയുടെ 6ാമത്തെ വർഷം ഭയങ്കര താല്പര്യത്തിലാണ് അവർ പോയത്. അങ്ങനെ അവര് എന്ത് ചെയ്തു? അങ്ങനെ പോയിട്ട് പിന്നെ ഹുദൈബിയയിലെത്തി. നബിയുടെ ഒട്ടകം മുട്ടുകുത്തി. ഒട്ടകത്തെ എങ്ങനെ തെളിച്ചാലും ഒട്ടകം മുന്നോട്ട് പോകില്ല. എന്നാൽ ഇങ്ങോട്ട് പോയി തിരിച്ച് ഒട്ടകത്തിന് നിർത്തി ഒട്ടകം നടക്കുന്നുണ്ട്, മക്കയുടെ ഭാഗത്തേക്ക് പോകില്ല. അപ്പോ സഹാബിമാരൊക്കെ ഇങ്ങനെ നമ്മളുണ്ടല്ലോ പക്ഷെ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞൊരു പഴിക്കലുണ്ട്. ചിലപ്പോൾ കാലത്തെ പഴിക്കും, വാഹനത്തെ പഴിക്കാൻ പാടില്ല. അവരെന്ത് ചെയ്തു? ഒട്ടകത്തിനെ കുറ്റം പറഞ്ഞു. നബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒട്ടകത്തിനെ ചീത്തറിയല്ലേ, അത് അബ്രഹത്തിന്റെ ആനയെ തടഞ്ഞ അള്ളാഹുവിന്റെ ഒട്ടകത്തെ തടഞ്ഞതാണ്. അബ്രഹത്തിന്റെ ആന മുന്നോട്ട് പോകാതെ എന്നല്ലോ. അങ്ങനെയാണ് അബ്രഹത്തിന്റെ ടീം കള്ളു കൊടുത്ത് അന്തല്ലാതെ പോയിക്കോട്ടെ എഴുതിയിട്ട്. അതൊരു ദുരന്തമുണ്ട് എന്നുള്ളതിന്റെ അടയാളാണ്. എന്നതുപോലെ ഇതെന്തോ ഒരു ദുരന്തമുണ്ട്. അപ്പൊ സംഭവം ശരിയാണ്. മക്കാ മുശ്രിക്കീങ്ങൾ അവിടെ ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട്. നമ്മളാണ് കയറിയാൽ
അവിടെ അടി ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും ഒരുങ്ങാണ്ട് ഒട്ടകം മുട്ടുത്തി. അവിടെ ഒട്ടകം മുന്നോട്ട് പോയില്ല. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിനെ സന്ധി സംഭാഷണത്തിന് വേണ്ടി പറഞ്ഞയച്ച് ശൈത്താന്റെ ഒരു നിർദ്ദേശമാണ് ഒൽക്ക് കൊടുത്തൊരു ഇതാണെന്ത്, മുഹമ്മദ് നബിനെയും കൂട്ടിയിരുന്ന് പേടിപ്പിക്കാൻ നല്ലൊരു കാര്യം, ഉസ്മാൻ കൊല്ലപ്പെട്ടു എന്ന് പ്രചരിപ്പിച്ചാൽ മതി എന്നാണ്. ശൈത്താന്റെ പണിയാണ്. അങ്ങനെ കിംവദന്തി അവിടെ പരന്നു. ഉസ്മാൻ റളിയല്ലാഹുവിനെ മുശ്രിക്കീങ്ങൾ കൊന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് വലിയൊരു പ്രതിസന്ധി ഘട്ടമുള്ള ഒരു കരുതിയത് നമ്മൾ എന്ത് ചെയ്യും, അതോടുകൂടെ തിരിച്ചു പോകുന്ന പേടിച്ചിട്ട്. പക്ഷെ നബി തങ്ങൾ എന്താ ചെയ്ത്, തന്റെ കൂടെയുള്ള അനുയായികളെല്ലാരും ഒരു മരം ഉണ്ട്, ആ മരത്തിന്റെ ചുവട്ടിക്ക് അടിയന്തരമായിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു. അതിൽ ഓരോരുത്തരെ നബിയുടെ കൈ പിടിച്ച് പിന്നെ ബയ്യത്ത് ചെയ്തു. സിദ്ദീഖ് എന്നവരും ഫാറൂഖ് എന്നവരും എല്ലാവരും മരണം വരെ അങ്ങയുടെ കൂടെ നിന്ന് ഇവരോട് പോരാടാന്. അതായത് ഉസ്മാൻ റളിയല്ലാഹു, അതായത് അന്നത്തെ നിയമം എന്താ വെച്ചാല്, ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടി എത്ര വിരോധം ഉണ്ടെങ്കിലും പിന്നെ അയൽപ്പക്കത്ത് ഇങ്ങനെ ഈ രാജാക്കന്മാരും മറ്റൊക്കെ ഉള്ള കാലത്ത് അവർ ഈ ദൂതന്മാരെ പറഞ്ഞയച്ചാല് അവരോട് ഒരിക്കലും അവരാക്രമിക്കാൻ പാടില്ല എന്നുള്ള അത് ചതിയാണല്ലോ. പണ്ട് വീരപ്പന് വഴക്കോ ഏറ്റവും പേടിയുള്ള ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. ഞാൻ കീഴടങ്ങാം, പക്ഷെ എന്നോട് ഒറ്റക്ക് സംസാരത്തിന് വരണം എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് ഓഫീസറെ ക്ഷണിച്ചത്. അയാളെ മാത്രമേ ഇത് വീരപ്പന് പേടി. അയാൾ രണ്ടും കൽപ്പിച്ച് എന്ത് ചെയ്തു, പോയി. കൊടും ചതിയായത് അയാളെ കൊന്നല്ലോ, വീരപ്പനെ കൊന്നു. അയാൾ അന്ന് ഉപയോഗിച്ച ജീപ്പൊന്നും അങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ അവിടെ ഒരു പിന്നെ കാഴ്ച വസ്തുവായിട്ട് ആ പോലീസ് ഓഫീസർ കാണിച്ച ധീരതക്ക് അതായത് കൊന്നു. അദ്ദേഹം മാത്രമാണ് അങ്ങനെ ഒറ്റയ്ക്ക് ഇവന്റെ അടുത്ത് പോകാൻ തയ്യാറായത്. പക്ഷെ അത് എത്ര വിരോധം ഉണ്ടെങ്കിലും ആ വാക്ക് ലംഘിക്കാറില്ല, അതവിടെ ലംഘിക്കപ്പെട്ടു. എന്നതുപോലെ ഉസ്മാൻ റളിയല്ലാഹു നബി തങ്ങൾ പറഞ്ഞയച്ചത് പിന്നെ ഒരു സന്ധ്യ സംഭാഷണത്തിനാണ്. അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ്, അതൊരു മര്യാദയാണ്. അപ്പൊ അങ്ങനെയുള്ള ഉസ്മാൻ റളിയല്ലാഹുവിനെ ഇവർ വധിച്ചു എന്നുള്ള വാർത്ത വരുന്നവരോടൊന്നും വിടാൻ പാടില്ല. അത് നിങ്ങളൊപ്പം ഞങ്ങളുണ്ടാവും നബിയെ, ഇവരോട് ഏതറ്റം വരെ പോകാനും. അങ്ങനെ അവർ ചെയ്ത ആ ബയ്യാത്ത്, അതാണ് ബയ്യാത്ത് റിദ്വാൻ. റബ്ബിന്റെ പൊരുത്തം കിട്ടിയോണ്ടാണ് ആ പേര് ഞാൻ കിട്ടിയത്. അതിൽ പങ്കെടുത്ത 1400 ആൾക്കാരൊക്കെ അയച്ചിലായി സ്വഹാബിമാര്. വലിയ സ്ഥാനമാണ്. ഫത്ഹ് സൂറത്തിൽ അല്ലാഹു തആല അത് സംബന്ധമായി പറയുന്നുണ്ട്. അത് ഫത്ഹാക്കിയെല്ലാം കൊണ്ടും ആ ഒറ്റ തീരുമാനം കൊണ്ട്. അപ്പൊ ആ ഉടമ്പടി ഉണ്ടല്ലോ, അതാണ് ഇവിടെ പറയുന്നത് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഇനി വേറൊരു കൂട്ടർ പറയുന്നത് എന്താ അറിയോ, ഇവിടെ സമീന വ അത്രൈന എന്നുണ്ടല്ലോ. അപ്പൊ അതെന്താ അറിയങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഉടമ്പടി ഉണ്ട്. അതെന്താ, ഞാന് അള്ളാഹുവിൽ നിന്ന് എന്ത് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം, അത് അംഗീകരിക്കണം. നിങ്ങൾ എന്ത് പ്രഖ്യാപിക്കണം, സമീന വ അത്രൈന എന്ന് നിങ്ങൾ പറയണം. അത് മാത്രം പറഞ്ഞാൽ പോരാ. സമീന വ അത്രൈന എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് സന്തോഷം ഉണ്ടാകുമ്പോഴും സന്താപമുണ്ടാകുമ്പോഴും ഉന്മേഷമുണ്ടാകുമ്പോഴും ക്ഷീണമുണ്ടാകുമ്പോഴും സമ്പത്തുണ്ടാകുമ്പോഴും സമ്പത്തില്ലാതിരിക്കുമ്പോഴും അങ്ങനെ ഉണ്ടല്ലോ, ഏത് സമയത്തും സമീന വാത്താന എന്നതിൽ എന്ത് ചെയ്യണം, ഉറച്ചിക്കണം. അങ്ങനെയാണ് നബിതങ്ങൾ പറഞ്ഞത്. അത് ഇവരോട് പറഞ്ഞപ്പോ അത് ഇവരെല്ലാവരും എന്ത് ചെയ്തു, അതായത് നബിതങ്ങൾ പറഞ്ഞെന്താ, പിന്നെ നബിതങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കണം. അപ്പോൾ ഇതിന്റെ തഫ്സീറിൽ കാണാൻ സാധിക്കും എന്താണ് ഈ ഉടമ്പടി. ബായഅഹും റസൂലുള്ളാഹി അല സമഇ വത്വാഅ ഫീ ഹാലിൽ യുസ്രി വൽ ഉസ്രി വൽ മൻസതി വൽ മക്റഹ് എന്ന് പറഞ്ഞാല് പിന്നെ നല്ല സുഭിക്ഷമായ അവസ്ഥയിലും സങ്കുചിതമായ അവസ്ഥയിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴൊക്കെ, നല്ല ഉന്മേഷം ഉണ്ടാകുമ്പോഴും വെറുപ്പുണ്ടാകുമ്പോഴും എല്ലാ സമയത്തും ഞങ്ങൾ ദീനിന്റെ കാര്യം അംഗീകരിക്കും, ഞങ്ങൾ കേൾക്കും, അതനുസരിക്കും. ഇത് ഇവര് നബിയോട് വാക്ക് പറഞ്ഞു. അത് ശരിക്ക് അള്ളാഹിനോടുള്ള ഉടമ്പടിയാണെന്നാണ്. കാരണം നമ്മൾ എല്ലാം അറിയുന്നത് നബിയിലൂടെയുള്ള. അത് നമ്മൾ റബീഉൽ അവ്വൽ വരുമ്പോൾ സഫറുദ ഇവിടെ പറയാൻ പോവാണ്. റബീഉൽ അവ്വൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അത് ചർച്ച ചെയ്യുന്നു, നബി ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇല്ലാക്കാൻ കഴിയൂലല്ലോ. കാരണം അള്ളാഹിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നെ നമ്മൾ അള്ളാഹ് ആരാന്ന് വന്നത് നബിയിലൂടെയാണ്. തിരക്കിടില്ല, നമുക്കൊക്കെ ഒരു പേപ്പറിൽ ഇങ്ങനെ വേണ്ട കാര്യങ്ങൾ നമ്മളൊക്കെ ഓരോരുത്തർക്കും പഠിച്ചം എത്തിച്ചേരുക, ഓരോ ഗ്രന്ഥം എത്തിച്ചേരുക.
അല്ലെങ്കിൽ നേരിട്ട് വന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മൾ എല്ലാം മനസ്സിലാക്കിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്. അങ്ങനത്തെ നബി തങ്ങൾ വന്ന രണ്ട് കാര്യങ്ങളെ നമ്മളെപ്പോഴും ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ് ഓർക്കും. ഒന്ന് റബീഉൽ അവ്വൽ, മറ്റൊന്ന് പിന്നെ ഏത് റമളാൻ. എന്താ കാരണം? റമളാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. റബീഉൽ അവ്വൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസമാണ്. മൂന്നാമത്തെ ഈ മാസം ഉണ്ടല്ലോ, അറബി കലണ്ടറിലെ മൂന്നാമത്തെ മാസം റബീഉൽ. ഈ അറബികൾ പണ്ട് മാസങ്ങൾക്ക് നല്ല യോജിച്ച പേര് വെക്കുമ്പോൾ ആ സമയം റബീഉൽ അവ്വലിന്റെ ആ സമയം ഉണ്ടല്ലോ, ആ സമയം എന്ന് പറയുന്നത് നല്ല സമൃദ്ധമായ ഒരു വസന്തകാലമായിരുന്നു. നല്ല മഴയൊക്കെ പെയ്ത് ഭൂമിയൊക്കെ സജീവമായി പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ നല്ല തഴച്ചു വളരുന്ന, ചൂട് കൊണ്ട് പ്രയാസപ്പെടാത്ത നല്ലൊരു കാലം. ഇപ്പം നല്ല കാലാവസ്ഥ എന്നറിയില്ല നമ്മള്. അതുകൊണ്ടാണ് ഒന്നാം വസന്തം അതിന് പേര് വന്നത്. നമുക്കിതൊക്കെ യാദൃശിക തോന്നും, യാദൃശികല്ല. ആ വസന്തകാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മം കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചത്. അപ്പൊ അതിന് ആ വസന്തത്തിന് വേറെയും കുറെ മാനങ്ങൾ അതുവഴി വന്നു. അപ്പൊ നമുക്ക് ഖുർആൻ അവതരിച്ച റമളാനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ച വരും. പ്രവാചകർ വന്ന റബീഉൽ അവ്വൽ വരുമ്പോ അതും ചർച്ചയാവും. കാരണം എന്താ? ഖുർആൻ എന്നത് ഈ ഉമ്മത്തിന് മാത്രം കാരുണ്യമായിട്ട് വന്ന റസൂല് ഈ ഉമ്മത്തിന് മാത്രമല്ല സർവ്വലോകങ്ങൾക്കും. അംബിയാ സൂറത്തിൽ പറഞ്ഞത് റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവ്വലോകങ്ങൾക്കും കാരുണ്യമാണ്. അപ്പോ അള്ളാന്റെ തിരുദൂതർക്ക് അള്ളാഹു വലിയ സ്ഥാനം കൊടുത്തത് ഖുർആനിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഞാൻ ഖുർആൻ ഇറക്കി തന്നത് നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനാണെന്നാണ്. ബയാൻ ചെയ്യുന്ന ആരാണ്? നബിതങ്ങളാണ്. ആ ബയാനാകട്ടെ നബിതങ്ങൾ വിശദീകരിച്ച് എന്ത് വിശദീകരിച്ചാലും അത് അള്ളാഹുവിൽ നിന്നാണ്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. ഇന്നത്തെ ബൈബിളിലെ യോഹന്നാൻ 16-ാം അധ്യായത്തിൽ 22 മുതൽ തോന്നുന്നുണ്ട് ഇത് ഈ കാര്യം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിനെ സംബന്ധിച്ച് ഇന്നത്തെ ബൈബിളിൽ തന്നെ ഉണ്ട്. അതിൽ പറയുന്നൊരു വിഷയമാണ് അദ്ദേഹം സ്വയം സംസാരിക്കാതെ താൻ കേൾക്കുന്നത് മാത്രമേ സംസാരിക്കൂ. അതാണ് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. അപ്പോ നബിതങ്ങൾ നമ്മളോടൊരു കാര്യം പറയുകയാണെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ വമീസാഖഹുല്ലദീ വാസഖക്കും ഇത് കുൽത്തും സമീനാ വഅതഅനാ, സമീനാ വഅതഅനാ നിങ്ങൾ പറഞ്ഞില്ലേ, അത് വഴിയുള്ള അള്ളാഹ് വാങ്ങിയ കരാറ് നിങ്ങൾ ഓർത്തോലിട്ടോ, അതിന് ലംഘനം വരരുത്. അതങ്ങനെ പ്രത്യേകം പറയാൻ കാരണം എന്താ അറിയോ? ഈ വേദക്കാരായ ആളുകളോട് മൂസാ നബിയുടെ നാവിലൂടെയാണ് പടച്ചത് നിർവഹിച്ചത്. ഓലോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പറയും സമീനാ വഅതഅനാ. ഓലെന്താ പറഞ്ഞത്? സമീനാ വഅസൈനാ. ധിക്കാരം കാണിച്ചു. സമീനാ വഅതഅനാന്ന് പറയാൻ പറഞ്ഞപ്പോ ഒരു പറഞ്ഞത് സമീനാ ഞങ്ങൾ കേട്ടു, ഓക്കെ, വഅസൈന സൗകര്യമല്ല, ജീവിതത്തിൽ കൊണ്ടുവരാൻ സൗകര്യമല്ല, എതിരെ പ്രവർത്തിക്കുള്ളൂ. ഭയങ്കര ധിക്കാരാണ്, ഭയങ്കര ധിക്കാര കാണിച്ചത്. അതുകൊണ്ടാണ് ഓൽക്ക് നിയമങ്ങൾ അല്ലാഹു തആല കുറച്ചെന്താക്കിയത്, കർശനാക്കിയത്. നമ്മൾ ഈ കുട്ടികൾ വല്ലാതെ നിർത്തിയാട്ടുമ്പോൾ മാഷന്മാരും ഉസ്താദ്മാരൊക്കെ എന്ത് ചെയ്യും, അവർ 100 വട്ടം ഇരിക്കുക. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാൻ പാടുണ്ടോ, എൻ്റെ കുട്ടിനോട് മാത്രം എന്താ എഴുതാൻ പറഞ്ഞു? അപ്പുറത്തെ കുഞ്ഞാപ്പൂനെ എഴുത്തില്ലേനല്ലോ, ഓൻ പറഞ്ഞല്ലോ ഓൻ എഴുതിയില്ല. എന്താ ഓൻ ഭയങ്കര വളവനാണ്, ക്ലാസ്സിൽ വല്ലാതെ കാണിക്കുമ്പോൾ ഒരു ശിക്ഷണത്തിന്റെ ഭാഗമായിട്ട് കാട്ടിയതാണ് എന്നതുപോലെ അല്ലാഹു തആല ഇവർക്ക് കുറച്ച് കഠിനമായ അവസ്ഥ കൊടുത്തു. അതുകൊണ്ടാണ് നമ്മളോട് പഠിച്ചത് എങ്ങനെ ദ്വാരക്കാൻ പറഞ്ഞത്. നമ്മൾ ആമന റസൂൽ ഓതുമ്പോൾ അതിന് പറയുന്നൊരു കാര്യമാണ് എന്ത്? റബ്ബനാ ولا تحمل علينا إصرا كما حملته على الذين من قبلنا. റബ്ബേ, ഞങ്ങളുടെ മുമ്പുള്ളവരുടെ മേലിൽ നീ ചുമത്തിയ ഭാരം ഞങ്ങളുടെ മേലിൽ ചുമത്തല്ലേ. ഇതിന്റെ കാരണം എന്താ? ഓരോട് സമീന വ അത്വന എന്ന് പറയാൻ പറഞ്ഞപ്പോ ഒരു സമീന വ അസൈന എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു? നിയമം കർശനാക്കി, നല്ല ബുദ്ധിമുട്ട് കൊടുത്തു. ഇതൊന്നാണ് ഏത്? ആ പശുക്കുട്ടിനെ ആരാധിച്ചവരെ, അവർ ആരാധിക്കുന്നത് കണ്ടിട്ടും തടയാതിരുന്നവരെ കൊല്ലാൻ കൽപ്പിച്ചു. നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് അങ്ങനത്തെ റിസ്ക് തന്നിട്ടില്ല അല്ലേ? ഒരാൾ കള്ളുടിക്കരുതെന്ന് പറഞ്ഞ പിന്നെ ഒരാൾ കള്ളുടിച്ചു, കൂട്ടി നോക്കി. എന്നാല് അത് കണ്ടുന്ന ആളോട് ഓനെ കൊല്ലണമെന്ന് പാസ്സാക്കി അങ്ങനെ മസല ഉണ്ടോ? ഇല്ല. ആ പശുക്കുട്ടിനെ ആരാധിച്ച ആള് ഒരു കൂട്ടരെ ആരാധിച്ചു, ഒരു കൂട്ടർ എന്ത് ചെയ്തു? ഓലെ കബർക്ക് പോലെ നമ്മളെ കബർക്ക് നമ്മൾ എന്നുള്ള നയം സ്വീകരിച്ചു. നന്മ പറഞ്ഞു കൊടുത്തില്ല, തെറ്റ് തടഞ്ഞില്ല.
അപ്പോ ജ്യേഷ്ഠനോ അഞ്ചനോ വാപ്പയോ മകനോ ഭാര്യ ഭർത്താവ് ഇതൊന്നും നോക്കണ്ട, കണ്ടൊന്നും കൊല്ലുന്നത് ഓ ആരാധിക്കേണ്ട ആരെ കണ്ട് ഓനെ കൊല്ലണം. അതുപോലൊരു പരീക്ഷണമായിരുന്നു. അങ്ങനത്തെ ഒരു പരീക്ഷണം ഞങ്ങൾക്ക് നൽകല്ലേ. ഇനിയിപ്പോൾ ഏതായാലും ഞമ്മക്കാനുണ്ടാവില്ല, ഇനി വഹി ഇറങ്ങൂല. വഹി ഇറങ്ങുന്ന ഒരു കാലത്താണ് ഈ ആയത്തിറങ്ങിയത്. അള്ളാഹ് പഠിപ്പിക്കുക അങ്ങനെ തോന്നുള്ളൂ. മറ്റൊന്നെന്താ, സക്കാത്ത് കൊടുക്കാൻ ഒരു മടിച്ചു, അപ്പം നന്നാക്കിയാണ് കൊടുപ്പിച്ചു. അതാണ് 25% അതാണ് അഹ്റാഫ് സൂറത്തിൽ എന്ത് പറഞ്ഞത്? നമ്മുടെ നിബിധങ്ങൾ വരുമ്പോൾ ഇവർക്കുണ്ടായിരുന്ന നേരത്തുണ്ടായിരുന്ന ഭാരങ്ങളൊക്കെ ചുരുക്കി. അവിടെ ഇസ്ർ എന്ന് പറഞ്ഞാൽ ആ ഭാരാണ്. ഭാരത്തെ റസൂൽ ഇറക്കി വെക്കും. ഇവിടെ പറയുന്നത് പടച്ചോനെ അങ്ങനത്തെ ഭാരങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ. വെള്ളങ്ങടിച്ചു നിന്നുകൊണ്ടാണ് അവർക്ക് അത്ര ബുദ്ധിമുട്ട് അള്ളാഹു കൊടുത്തത്. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, വസ്ത്രത്തിൽ നജസായ ഭാഗം കണ്ടിച്ച് കളയണം എന്നായിരുന്നു നിയമം. അപ്പൊ ഓൽക്ക് ഭയങ്കര ഇടങ്ങേറേനും. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു നിയമമല്ല. നമ്മളിപ്പോ ഒരു നജസായി കഴിഞ്ഞാൽ ആ ഭാഗം നല്ലോണം കഴുകി വൃത്തിയാക്കിയാൽ മതി. ഓൽക്കത് മുറിച്ച് കളയണമെന്നായി. അപ്പോൾ അത്രയും ശ്രദ്ധിക്കേണ്ടി വന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ടാണല്ലോ പിന്നെ അവരെ കൂട്ടത്തിലെ വിശ്വാസികൾക്ക് ഭയങ്കര സ്ഥാനമാണ്. ഖുർആനിൽ തന്നെ അള്ളാഹു ഒരായത്തിൽ അത് പറയുന്നുണ്ട്, ആ വിഷയം പറയുന്നുണ്ട്. ആളുകൾക്ക് കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ വിശ്വസിക്കാനും മറ്റും വലിയ മടിയായിരുന്നു. ഏതാനും ആളുകളൊഴികെ അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് പറയുന്നത് മിൻ ഖൗമിഹിയും, ആ ഹീ എന്നുള്ള ഒടുക്കാൻ മടങ്ങുന്ന പല അഭിപ്രായമുണ്ട്. മുസനബിന്റെ ജനത എന്നാണോ അല്ല ഫിറൗന്റെ ആൾക്കാരാണെന്നാണ്. ഫിറൗന്റെ ആൾക്കാരാകുമ്പോൾ കുറഞ്ഞ ആൾക്കാരെ വന്നിട്ടുള്ളൂ അവന്റെ കൂട്ടത്തിൽ. അതിലൊന്നാണ് മാഷിത്ത റളിയല്ലാഹു അൻഹു. അവരൊക്കെ ശത്രുക്കൾ കൊന്നത് നമുക്കൊരു സഹസിൽ വിശദീകരിക്കാൻ പോലും പറ്റൂല. അത്രക്കും ക്രൂരമായിട്ടാണ്. എന്നിട്ട് ഉറച്ചുന്നു. സുമയ്യ ബീവിന്റെ അതേപോലെ തന്നെ. അതുപോലെ തന്നെ പിന്നെ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടത്തിൽ ചിലരുണ്ടായിരുന്നു. സുരക്ഷ ഒക്കെ ഏറ്റ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടത്തിൽ അള്ളാഹുവിൽ വിശ്വസിച്ചവരുണ്ടായിരുന്നു. സോല പരസ്യമാക്കാതെ ചെയ്തു. കാരണം അവർക്ക് 2 റക്അത്ത് നിസ്കാരം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ നിസ്കാരം പരസ്യമാക്കിയപ്പോഴാണ്, അതറിഞ്ഞപ്പോഴാണ് ഈ ഇവരൊക്കെ കുടുങ്ങിയത് ഫിറൗന്റെ മുന്നിൽ. രഹസ്യമായിട്ടായിരുന്നു അവർ നിസ്കരിച്ചത്. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഏതായിരുന്നാലും അപ്പൊ പറഞ്ഞു വരുന്നത് അള്ളാഹുവോടുള്ള കരാറ്. അപ്പൊ അതിൽ ഒന്ന് തന്നെയാണ് ഏത്, നബിയോട് ചെയ്ത ആ കരാറ് അതിൽ ഉറച്ചിക്കുക. എന്ത് പ്രതിസന്ധി വരുമ്പോഴും ദീനാവണം വലുത്, അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള വലിയൊരു സന്ദേശമാണ്. അങ്ങനെ ഒരുപാട് കരാറുകളെ പറ്റി പറയുന്നുണ്ട്. ഏതായിരുന്നാലും നമ്മൾ അള്ളാഹുവോട് ചെയ്ത കരാറ്, പിന്നെ നമ്മളൊരു അമാനത്തെ ഏറ്റെടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് വേറെ ചില തഫ്സീറുകൾ കാണാം. ഏത്, ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാൻ. ആ ആയത്തിൽ പറഞ്ഞതാണ് ഈ ഉടമ്പടിയും. അതായത് വിശ്വസിച്ചേൽപ്പിക്കേണ്ടതിനാണ് അമാനത്ത് എന്ന് പറയാം. ഒരു അമാനത്ത് അള്ളാഹു താല ഇങ്ങനെ കാണിച്ചു തന്നു. ആകാശത്തോട് ചോദിച്ചു ഇത് ഏറ്റെടുക്കാൻ കഴിയുമോ? ഇല്ല. ഭൂമിയോട് ചോദിച്ചു, ഭൂമി പറഞ്ഞു ഏറ്റെടുക്കാൻ കഴിയില്ല. ഭൂമിക്കാണ് സംസാരശേഷി കൊടുത്തു. പർവ്വതങ്ങളും പറഞ്ഞു ഏറ്റെടുക്കാൻ കഴിയില്ല. മനുഷ്യാത്മാക്കളുടെ മുന്നിൽ കാണിച്ചു കൊടുത്തു, ഞങ്ങൾ ഏറ്റെടുത്തു പറഞ്ഞു. ഏറ്റെടുത്തു. അപ്പൊ പിന്നെ ഏറ്റെടുത്ത സ്ഥിതിക്ക് അത് കൈകാര്യം ചെയ്യണം. ശരിക്കും കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ അധിക ആളുകളും പിന്നിലാണ്. അതുകൊണ്ടാണ് ഖുർആൻ എന്ത് പറഞ്ഞത്, ഇന്നഹു കാന ലലൂമൻ ജഹൂല. മനുഷ്യന്മാർ നന്നാല് കുറെ വിഡ്ഢികളാ, അക്രമകാരികളാണ്, അധർമ്മകാരികളാണ്. അല്ലെങ്കിൽ പിന്നെ വാക്ക് ഏറ്റെടുക്കരുത്. ഏറ്റെടുത്തു. അപ്പൊ നമ്മളൊക്കെ അത് ഏറ്റെടുത്താണ്. അമാനത്ത് എന്നാൽ അത് നിസ്കാരം പെട്ടു, നോമ്പ് പെട്ടു, സക്കാത്ത് പെട്ടു, ഹജ്ജ് പെട്ടു, എന്തൊക്കെ റബ്ബിന്റെ കൽപ്പനകളുണ്ടോ വിശ്വാസം കർമ്മങ്ങളും അതൊക്കെ അതിൽ പെട്ടു എന്നാണ്. അപ്പൊ അതിനെ പറ്റി നിങ്ങൾ ഓർക്കണം എന്നാണ് അപ്പൊ ഇവിടെ പറഞ്ഞത്. എന്തായിരുന്നാലും പിന്നീട് അല്ലാഹു പറയുന്നത് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ അലീമും ബിദാത്തിസ് സുദൂർ. മനസ്സിലുള്ളത്, അതാണ് ഹൃദയങ്ങളിലുള്ളത് എന്ന് പറഞ്ഞാൽ അതുവരെ അല്ലാഹു തആല എന്ത് ചെയ്യും, കൃത്യമായി അറിയുന്നതാണ്. അത് കൃത്യമായിട്ട് അല്ലാഹു തആല അറിയും. അപ്പൊ നമ്മൾ എത്രമാത്രം നമ്മൾ കരാറ് പാലിക്കാൻ മനസ്സുണ്ട്, അത് പാലിക്കുന്നത് തന്നെ നമ്മൾ വേറെന്തെങ്കിലും ലാഭത്തിനാണോ അല്ലേ, ഇതൊക്കെ ആർക്കറിയാം? അല്ലാഹുക്കറിയാം. മനസ്സ് തട്ടിയിട്ട് ചെയ്യണം എന്നുള്ളതാണ്.
വളരെ ആത്മാർത്ഥ. ഇനിയിപ്പോൾ ഇന്നേതായാലും ആയത്തിറങ്ങുമല്ലോ. പണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുത്തിയപ്പോൾ പലരും പറഞ്ഞില്ലേ അത് ബിലാലിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതായത് ഒരർച്ചിന്റെ കഷ്ണം, നമ്മൾ പച്ച ഇറച്ചിന്റെ കഷ്ണം ഈ പറയപ്പെട്ട സാഹചര്യത്തിൽ അറേബ്യയിലെ മണലില്, മരുഭൂമിയില് ചുട്ടുപൊടുത്ത മണലില് ഉച്ചക്ക് ഇങ്ങനെ വെച്ചാൽ അതിങ്ങോട്ട് കരിഞ്ഞു വന്നിരുന്നതാണ്. അമ്മാതിരി വെയിലായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു നൂല് പോലും ഇല്ലാതെ കിടത്തിയത്. ഒരു ഉരുക്ക് മനുഷ്യനെ മൂപ്പര്, കറുത്തിട്ടൊരു മനുഷ്യനാണ്. ചോര പൊടിഞ്ഞാൽ പോലും പലപ്പോഴും അറിയില്ലായിരുന്നു എന്നാണ്. ഇത് നബിതങ്ങൾ അറിഞ്ഞപ്പോഴാണ് സങ്കടപ്പെട്ട നബിതങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിലാണല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞത്, അബൂബക്കറെ എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ ബിലാലിനെ വിലക്ക് വാങ്ങുമായിരുന്നു, എന്നിട്ട് സ്വതന്ത്രനാക്കുമായിരുന്നു, ഒരു അടിമയുള്ള. അപ്പോൾ സിദ്ദീഖ് എന്നവർ പറഞ്ഞു, നബിയെ എൻ്റെ അടുത്തുണ്ടല്ലോ മുതൽ. അപ്പൊ തന്നെ പോയി ഉമയ്യത്ത് ബിൻ ഖലഫിനോടും അബൂജഹലിനോടും സംസാരിച്ചു. ഓല് നമ്മൾ സാധനം വിൽക്കുക എന്ന് പറയുമ്പോൾ അതിന് വില കൂട്ടി പറയും മറ്റോല്, അല്ലേ? അല്ലെങ്കിൽ വില കിട്ടൂല. കാരണം നമ്മൾ എന്തായിരുന്നാലും വിൽക്കണം എന്ന് കരുതിയ, അതേമാതിരിക്കാണ് ഇവിടെ എന്തായിരുന്നാലും വാങ്ങുന്ന കരുതിയ മറ്റൊരു വില കൂട്ടും. അങ്ങനെ അതിൻ്റെ സ്വഭാവം. അപ്പോൾ നല്ല വില കൂട്ടി പറഞ്ഞു. ആ വിലയാണ് കൊടുത്തിട്ടാണ് വാങ്ങിയിട്ട് കൊടുത്തിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ഞങ്ങളെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു പറഞ്ഞു. അതോടെ മൂപ്പര് എല്ലാവരെയും പോലായി. ഞാൻ അടിമ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ആർക്കും പ്രയാസപ്പെടുത്താൻ കഴിയൂല. അപ്പൊ ചിലരൊക്കെ പറഞ്ഞു അതിപ്പോ അബൂബക്കർ ചെയ്തത് നല്ലൊരു പണിയൊക്കെ തന്നെ, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കരുതിയിട്ടുണ്ടാവും അതിൽ. അങ്ങനെ ഉണ്ടല്ലോ. ഓപ്പിന്റെ ആ കുടിരിക്കലിന് ഇപ്പോ അത്ര വലിയൊരു ഫ്രിഡ്ജൊക്കെ കൊടുത്ത്, അപ്പോൾ അവൻ്റെ അടുത്താഴ്ച വേറെ കുടിരിക്കലുണ്ടേ, അത് അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കുക്കറൊക്കെ കൊടുക്കുമ്പോൾ ചില കുടിരിക്കലിനൊക്കെ പോകുമ്പോൾ പെണ്ണുങ്ങൾ അറിയൊന്നും കൊടുക്കൊന്നും വേണ്ട, നമ്മളിതൊക്കെ കഴിഞ്ഞില്ലേ അറിയില്ല എന്ന് ഒരു സ്വാർത്ഥതയാണത്. അങ്ങനാകരുത് കേട്ടോ. ആയത് നമ്മൾ ചിലരെന്ത് ചെയ്ത് കൊടുത്തൊക്കെ എഴുതിയേക്കും, എന്നിട്ട് ഇടക്കിടക്ക് നോക്കും ചെയ്യും. പിന്നെ അങ്ങോട്ടും മടക്കാത്തവരെ കാണുമ്പോഴൊക്കെ ചുണ്ടിനൊക്കെ ഒരു മടക്കലേ കാരണം ഒരു മടക്കിയിട്ടില്ലല്ലോ എന്നല്ല അതുണ്ടായിരുന്നു. വെറുതെ കൂലി കളയണ്ടല്ലോ. പൊതുവെ നമ്മളെ സമുദായം കമ്മിയാണ്, എന്നാലും അങ്ങനെ ഉണ്ട്. ഈ അങ്ങനെയുള്ള ഒരു പ്രസവം അയലോക്കത്ത് നടന്നാൽ ഇവിടെ പ്രസവത്തിന് ചാൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ടേ കൊടുക്കും, അല്ലെങ്കിൽ കുട്ടീനെ കണ്ടുകൊണ്ട് പോരും. നല്ല ചിരിച്ചിട്ടുണ്ടല്ലേ കുട്ടി എന്നൊക്കെ പറഞ്ഞ് 4 പഞ്ചാര വർത്താനം വന്നാണ്ട് ഐഡിയ പൂർവ്വം കൈകാര്യം ചെയ്യും. അല്ലെങ്കിലോ ഇവിടെയുണ്ട് ഒരാൾ ഗർഭിണിയാണെങ്കിൽ അപ്പോൾ മൈസൂർ പായം മാത്രമാവില്ല, നേന്ത്രപ്പഴം ഉണ്ടാവും, കാടമുട്ട ഉണ്ടാവും, കോഴിമുട്ട ഉണ്ടാവും, ഓർലിക്സ് വലിയ കുപ്പി തന്നെ ഉണ്ടാവും. കുപ്പിയല്ല, ഇപ്പോൾ വലിയ ഒരു ലോഡ് കണക്കിനുള്ളതുണ്ട്, കൊണ്ടുപോകും. കാരണം എന്താ, ഇങ്ങോട്ട് മടങ്ങാൻ വേണ്ടി. ഓൽക്കടക്കപ്പാടെ കാണുമ്പോൾ തല മിന്നും, ഇപ്പം ഇതും കൊണ്ടേ കൊടുക്കണമല്ലോ എഴുതിയിട്ട്. ഇതൊക്കെ നമുക്കറിയാം അല്ലേ? അങ്ങനെയാണ്. അപ്പൊ നമ്മള് പാവം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ചിന്തിച്ചത് അങ്ങനെയാണ്. ഇത് പിന്നെ സിദ്ദീഖ് എന്നവരെ പറ്റി കളിയാക്കി. പക്ഷെ ഇന്നത്തെ മാർക്കല്ലല്ലോ, അവരൊക്കെ പറ്റി കളിയാക്കിയ വിവരം അറിയും. അള്ളാഹ് ആയത്തിറക്കില്ലേ, വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ എന്ന ആയത്തിറങ്ങിയത് സിദ്ദീഖ് എന്നവരെ പറ്റിയാണ്. നബി വിളിച്ചിട്ട് പറയണം നിങ്ങളെ പറ്റി ആയത്തിറങ്ങിക്കണം. ഓലൊക്കെ ഒരു സന്തോഷം എന്തേ കാരണം. ഇപ്പോൾ ഒരു മകൻ നല്ല രൂപത്തിൽ ആ മകനെ പ്രകീർത്തിച്ച് പള്ളിക്കത്തെ കാലിയര് ജുമാത്തിൽ പ്രസംഗത്തിലൊന്ന് സൂചിപ്പിച്ചു എന്ന് കൂട്ടുക, ആ വാപ്പാൻ്റെ ഒരു സന്തോഷം തേക്കാരം. മകനോട് പറയും ഇന്നടാ ഉസ്താദ് എന്നെ പറ്റി പറഞ്ഞു കേട്ടോ, ഭയങ്കര സന്തോഷക്കാരം. എന്നാല് അബൂലഹബിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ആ സന്തോഷമുള്ള പറച്ചിലല്ലോ. എടാ അജ്ജ് കള്ളുടിച്ച ഉസ്താദ് അറിഞ്ഞുകൂടുന്നത്തോണ്ട് നല്ലോണം പറഞ്ഞു വിട്ടാന്ന്. ഒരു സുഖം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഞാൻ അയാളെ എങ്ങനെ പുറത്താക്കണം എന്നേക്കാരം. പിന്നെ അതതിൻ്റെ സ്വഭാവം. ഇവിടെ നോക്കി നിങ്ങൾ പോസിറ്റീവായിട്ട് കൂടണം. അതിൽ പറയുന്ന എന്താ, പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ മൂപ്പർക്ക് എന്തില്ല, ഒന്നും ഇങ്ങോട്ടൊരു ഉപകാരം ആരിൽ നിന്നും അദ്ദേഹം പ്രതീക്ഷിക്കണില്ല. എന്ത് മാത്രാണ്, ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ, അത്യുന്നതനായ തന്റെ രക്ഷിതാവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചു. എന്നിട്ട് അല്ലാഹ് പറയാ വലസൗഫ യർളാഹ്, വഴിയെ അദ്ദേഹം എന്ത് ചെയ്യും, തൃപ്തിപ്പെടുന്നതാണ്, നല്ല കൂലി കിട്ടുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. അതാണ് ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളത്. ഏതായിരുന്നാലും നോക്കുക, അപ്പൊ പറഞ്ഞു വരുന്നത് അല്ലാഹു തആല പറയാണ് വത്തഖുല്ലാഹ്
എന്നിട്ട് അല്ലാഹു പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ അലീമും ബിദാത്തിസ് സുദൂർ, ഹൃദയത്തിലുള്ളത് അല്ലാഹു അറിയാം. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും കാര്യങ്ങൾക്കൊക്കെ ഇഖ്ലാസോടുകൂടെ ചെയ്യണം. ഇനി അടുത്ത ആയത്ത്, ഇനി ഉള്ള ആയത്ത് അവതരിക്കാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബയ്യത്തുൽ റിദ്വാൻ കഴിഞ്ഞു. ബയ്യത്തുൽ റിദ്വാൻ കഴിഞ്ഞതിന്റെ ശേഷം ശത്രുക്കളുടെ ഒരു ശ്രമം പാളിപ്പോയി, നമ്മളെ പേടിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ പേടിക്കൂല എന്ന് മാത്രമല്ല, ഒന്നായിട്ട് മക്കത്തേക്ക് അടിച്ചു കയറുമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു വേഗം ഒരു എന്ത് ചെയ്തു, പറഞ്ഞയച്ചു. തടഞ്ഞു വെച്ചാണല്ലോ പറഞ്ഞയച്ചു. ഉസ്മാൻ റളിയല്ലാഹു തിരിച്ചു വന്നപ്പോൾ ഒരു ബയ്യത്തും കൂടി നിബിധങ്ങൾ ചെയ്തു. നമ്മൾ കരുതാ അടിക്കുള്ള ചാൻസ് പോയി എന്നുള്ള കരുതുക, അങ്ങനെ കരുതുക അല്ലേ, അടിക്കുള്ള ചാൻസ് പോയി. ഞാൻ ഒരു സ്ഥലത്ത് റോഡിന്റെ സൈഡിലൊരു പൊതുപരിപാടിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അന്ന് റമളാൻക്കാണ്, കുറേ വൈകിയിട്ടുണ്ട്, ഒരു ദുആ പരിപാടിയൊക്കെ പാടാണ്. അപ്പോൾ വൈകിട്ടാക്കാന്ന് പറഞ്ഞ ആയതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കേണ്ട ഇടയിൽ സമയം ഒരുപാട് കഴിക്കണേ, 2 മണിയൊക്കെ ടൈം ആയിക്കും. അപ്പോൾ റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഒരു കാറ്, മാപ്പിളപ്പാട്ടാണ്, മാപ്പിളപ്പാട്ട് വെച്ചിട്ട് അങ്ങനെയാണ് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രസംഗത്തിന്റെ അടിയിൽ, രാത്രി 2 മണിയാ, നല്ല പാട്ടാണ്. അതിലാ കാറ് അവിടെയാണ് നിർത്തിയാണ്ട് തിരിച്ചു വന്നു. കാറ് നേരെ അവിടെ ഇട്ട് റോട്ടിലിട്ട് തിരിച്ചിട്ട് നേരെ അങ്ങോട്ട് വന്നിട്ട് സ്റ്റേജിന്റെ അവിടെ ഒന്നാണ് നിർത്തി. എനിക്കാണെങ്കിൽ അയക്ക് നോക്കിയിട്ട് കാണൂല, അവിടെ നിന്ന് ഇങ്ങോട്ട് കാണും, ഇവിടെ നിന്ന് നോക്കിയിട്ട് കാണൂല. എൻ്റെ എല്ലാതും മൂടും പോയിട്ടോ. ഞാനാ പറഞ്ഞത് ഓൽക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഒരു കച്ചറ ഉണ്ടാക്കാൻ വന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി, സഹസും അങ്ങനെ മനസ്സിലാക്കി. ഈ ചെറുപ്പക്കാർക്ക് വേഗം പൊട്ടുമല്ലോ. അപ്പോൾ അവിടെ കാരണവരുണ്ട്, എല്ലാവരോടും അവിടെ ഇരുന്നോളി എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് പരിപാടി കഴിഞ്ഞിട്ട് നോക്കാന്നുള്ളതിലൊക്കെ. പിന്നെ സഹസൊക്കെ ഇങ്ങനെ ആ കാർക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ എടുക്കുകയാണ്. പിന്നെ ഏതായാലും നമ്മളിത് നിർത്താൻ വയ്ക്കണം. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ അയലോക്കക്കാരാണ്. ഓല് ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല. ഓലെന്ത് ചെയ്താണ് ആണ്ട് പോയ ഓല് ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ ഓലെന്ത് ചെയ്ത് ഓല് തിരിച്ചു വന്ന. ഇത് പരിപാടി കഴിഞ്ഞ് വന്ന പോലെ ഇറങ്ങിയപ്പോഴാണ് ഞാൻ എന്നെ കണ്ടത്. അപ്പോൾ സക്കീർ പറഞ്ഞൊരു കുട്ടിയുണ്ട് അവിടെ, കുറച്ച് സ്ട്രോങ് ആവും. എന്നോട് പറഞ്ഞു, ഒരു തല്ലാനുള്ള ചാൻസ് കളഞ്ഞല്ലോ പറഞ്ഞു. അതാണ് എന്നമാർക്ക് ഉസ്മാൻ റളിയല്ലാഹു വന്നപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ആ ചാൻസ് പോയി എന്നറിയും. ചെറിയൊരു ചമ്മലും ഉണ്ടാവും. നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലേ, അപ്പം വേണ്ടി. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ മരിച്ച തെറ്റായ ഇവരൊക്കെ കിട്ടിയിട്ട് ചിലപ്പോൾ മയ്യത്ത് കട്ടിൽ വരെ കൊടുന്ന് വെച്ചും ആള് പിന്നെ ചിരിച്ചിങ്ങനെ വരുന്നുണ്ടാവും. അപ്പം ഉണ്ടാവും ചിലർ പറഞ്ഞ് യഥാർത്ഥത്തിൽ മരിച്ചാലും രസം ഉണ്ടാവില്ല എന്നൊക്കെ പറയും. മരിച്ചാലെങ്കിലും രസമല്ലല്ലോ, എന്നാലും അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. പക്ഷെ ഇവിടെ നിബിധങ്ങൾ എന്താ ചെയ്തറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു ഉടമ്പടി കൂടിയാണ് ചെയ്യിച്ചു. ഒന്നുകൂടി ജയിച്ചു, 2 എണ്ണമായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പൊ ശത്രുക്കളുടെ വഴിക്ക് വന്നു. പിന്നെ ചർച്ചക്ക് ഒരു തയ്യാറായി. ആ ചർച്ചയിൽ ഒക്കെ നമുക്ക് പ്രതികൂല തോന്നിപ്പോവും. അതൊരു ഹിക്മത്തായിരുന്നു. നമ്മൾ തിരിച്ചു പോന്നു. തിരിച്ചു പോരുമ്പോൾ എല്ലാവരും നല്ല വിഷമത്തിലായിരുന്നു. അങ്ങനെയാണ് ഫത്ഹ് സൂറത്ത് ഇറങ്ങിയത്. ആരും വിഷമിക്കണ്ട, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത ആ തീരുമാനം അതാണ് ശരിയായ തീരുമാനം. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു വരെ സമാധാനമായത്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന ആയത്ത് സൂറത്ത് തുടങ്ങേണ്ട തന്നെ. വലിയ വിജയം നിങ്ങൾക്ക് കൈവരുത്തി തന്നിരിക്കുന്നു. അതാണ് ആ സമാധാന ഉടമ്പടി നമ്മൾ ചെയ്തതിനെ പറ്റി എന്താ പറയാ, നിങ്ങൾ സുൽഹുൽ ഹുദൈബിയയുടെ പേരാണ് ഫത്ഹുൽ ഫുതൂഹ്. എല്ലാ വിജയങ്ങളുടെയും പ്രോദ്ഘാടനം അതാണ്. എപ്പോഴും സമാധാനമാണ് വേണ്ടത്. അപ്പൊ ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടും അഭിമാനം നഷ്ടപ്പെട്ടു എന്ന് തോന്നലൊക്കെ വന്നാലും പിന്നീട് നമ്മക്ക് എന്തേ കാരണം അത് നന്നായി. ചില തല്ലൊക്കെ നമ്മൾ ഒഴിവാക്കുമ്പോൾ അങ്ങനെയുള്ളൂ. എല്ലാവരും പറയും 2 പൊട്ടിക്കണം. അതൊക്കെ എല്ലാവരും പറയാണ്ടാവും. പിന്നെ കേസും കൂട്ടൊക്കെ ആവുമ്പോൾ ഈ പറഞ്ഞ പോലൊന്നും ഉണ്ടാവില്ല. കല്യാണത്തിന്റെ മാതിരി തന്നെയാണ്. അങ്ങനെ കല്യാണാക്കണം, ഇങ്ങനെ കല്യാണം ആക്കണൊക്കെ എല്ലാവരും പറയും. കടം വന്നാൽ കുടുംബനാഥൻ തന്നെ എന്ത് ചെയ്യണം, കേൾക്കണം. അപ്പൊ ഈ പറഞ്ഞ പോലെ ആരും ഉണ്ടാവില്ല. ഇപ്പൊ അങ്ങനെയാണ് ആക്കണം ശരിയായിക്കോളും എന്നൊക്കെ പുളിമ കയറ്റിയാലുണ്ടാവും. ഓലിവിനെ കാണുമ്പോൾ മാറി കിടക്കാണ്, കടം ചോദിക്കുവാ വരുന്നിട്ട്. ആ കടം വീട്ടാൻ ഇവനോട് ചോദിക്കുന്നില്ല എന്നാ മാരിക്കാണ് വടി. അപ്പൊ ഇവിടെ സമാധാനത്തിന്റെ വടി സ്വീകരിച്ചപ്പോൾ അല്ലാഹു തആല പറയാണ് അത് ഏറ്റവും വലിയ വിജയമാണ്. ഇനി എന്താ വിഷയം എന്നറിയോ, ഉള്ളി നമുക്ക് ചെറിയൊരു കുത്തെല്ലാവർക്കും ഉണ്ട്. എന്ത്, നമ്മളെ ജന്മനാട്ടിക്ക് നമ്മൾ പോയിട്ട് അവിടെ നമ്മൾ തടയപ്പെടാനുള്ള സ്വാഭാവികമായിട്ടും മക്കയിലെ ശത്രുക്കളോട് നമുക്കൊരു ഉറപ്പുണ്ടാവുമല്ലോ.
ഇനി ആ സമയത്ത് അള്ളാഹു ഇറക്കിയ ആയത്താണ് ഈ ആയത്ത്. ഒന്ന് നോക്കി, ഇത് മാത്രം മതി. പിന്നെ ചിലർ പറയുന്നില്ല ഖുർആനിൽ ഒരു വരി പോലും നന്മല്ല. ഇങ്ങനെ ഒരു വരി നോക്കി നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളണം. ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് സാക്ഷികളാകുകയും വേണം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ, ഒരു ജനതയോടുള്ള വിദ്വേഷം നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. അലാ അല്ലാ തഅദിലൂ, നിങ്ങൾ അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. എഴുതിലൂ, നിങ്ങൾ അവരോട് നീതിയോടുകൂടെ വർത്തിച്ചോളൂ. ഹുവ അഖ്റബു ലിത്തഖ്വാ, വിശുദ്ധിയോട് ഏറ്റവും സമീപസ്ഥമായ അവസ്ഥ അതാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അതിസൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവനാണ് അല്ലാഹു. സർവ്വ ഉള്ളുകള്ളിയും അറിയുന്നു. അതായത് നിങ്ങൾക്ക് ഒരു കൂട്ടരോട് വിയോജിപ്പുണ്ടെന്ന് കരുതി അവരോട് അത് അനീതി കാണിക്കാൻ കാരണമാകരുത്. എന്തിനാ പറഞ്ഞത്? കഅബാലയത്തിലേക്ക് ഉംറ ചെയ്യാനും തവാഫ് ചെയ്യാനുള്ള പ്രവേശനമാണ് തടയപ്പെട്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ആ തടഞ്ഞവരോട് നമുക്ക് വിയോജിപ്പുണ്ടാവും. അവരോട് പോലും നിങ്ങൾ എന്ത് ചെയ്യണ്ട, അനീതി കാണിക്കണ്ട. മനസ്സിലായില്ലേ? ഇനി അങ്ങാടി ഇപ്പൊ കരാർ അടിസ്ഥാനത്തിലേ നമ്മളിനി 10 കൊല്ലം യുദ്ധം പാടില്ല എന്നൊരു കരാറയിലുണ്ട്. അപ്പൊ ഇനി എന്താവും? ഇതുവരെയുള്ള മാർക്കല്ല, ഈ സൂക്കുകളിൽ വെച്ചൊക്കെ അങ്ങാടികളിൽ വെച്ചൊക്കെ ഈ പറയപ്പെട്ട തടയപ്പെട്ട നമ്മളൊക്കെ അവിടുന്ന് കണ്ടുമുട്ടും. ചിലപ്പോൾ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാവും. പക്ഷെ നിങ്ങളെടുത്തുന്ന അനീതി വരരുത്, ഇതിങ്ങനെ തുളുമ്പരുത്. ഏത്? നമ്മളെ ഉംറ തടഞ്ഞല്ലോ. നോക്കി, ഇസ്ലാമിന്റെ നന്മ നോക്കി നിങ്ങൾ. അപ്പറങ്ങിയ ആയത്താണത്. നിങ്ങളെ ഭാഗത്തുനിന്ന് ഒരിക്കലും അനീതി വരരുത്. പക്ഷെ ആദർശം വിടും വേണ്ട. അതാണ് ആദ്യം പറഞ്ഞത്. എന്ത്? നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി നിലകൊള്ളുക, പക്ഷെ നീതിക്ക് സാക്ഷിയാണ്. അവിടെ മുസ്ലിം വ്യത്യാസമൊന്നുമില്ല. അത് ചരിത്രത്തിലുടനീളം നമുക്കിത് കാണാൻ കഴിയല്ലോ. നമ്മളിപ്പോൾ ആഗസ്റ്റ് മാസം കഴിയാൻ പോവുകയാണ്. 15 കൂടെ കഴിഞ്ഞ ആഴ്ച നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കും. പണ്ട് വാരിയംകുന്നത്ത് കുഞ്ഞാമദാജിനെ പറ്റിയൊക്കെ പറയും, അദ്ദേഹം ആ മുസ്ലിങ്ങളോട് അനീതി കാണിച്ചു. ഇല്ല, ബ്രിട്ടീഷുകാര് നടത്തുന്ന ബ്രിട്ടീഷുകാരെ എതിർക്കുന്ന കൂട്ടത്തിൽ അതിന് ജാതി മതം നോക്കിയിട്ടല്ലോ, അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ കൂടെ നിന്നവരോടും സമരം ചെയ്തിട്ടുണ്ട്. ചില ബാങ്കുകളൊക്കെ തകർത്തിട്ടുണ്ട്. പക്ഷേ ആ ബാങ്കുകളിൽ നിക്ഷേപിച്ച പാവപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളുടെ അവർ നിക്ഷേപിച്ചതൊക്കെ ആ കാലത്ത് വാരിയംകുന്നത്തിന്റെ നേതൃത്വത്തിൽ എടുത്തു കൊടുത്തിട്ടാണ് അത്രയും നശിപ്പിച്ചത്. അത്ര നീതി കാണിച്ചിട്ടുണ്ട്. പിന്നെ ചില ആളുകളൊക്കെ നമ്മളെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നമുക്ക് ആഘോഷിക്കാൻ വകുപ്പില്ല എന്ന് വരെ പറഞ്ഞ പോലെ ഉണ്ട്. ആഗസ്റ്റ് 15 അതിസൂക്ഷ്മമായി നോക്കിയാൽ ശരിക്ക് ആഘോഷിക്കാതിരിക്കാ വകുപ്പ് നമുക്കാ. എന്നാലും നമ്മൾ എന്ത് പറയണില്ല, ഞങ്ങൾക്ക് മാത്രം നമ്മൾ പറയണില്ല. ആരെക്കാളും ആഘോഷിക്കാൻ വകുപ്പ് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമുക്കുണ്ടാവും. കാരണം മമ്പറന്നങ്ങൾ ആലോചിച്ചാൽ മതി. സൈഫുൽ ബത്താർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം എഴുതിയ കൃതി അത് കണ്ടുകെട്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിലുള്ള വീടുകളിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തു. സംശയമുള്ള വീടുകൾ പോലെ റൈഡ് ചെയ്തു. അന്നത്തെ മാപ്പിള പോരാളിമാരുടെ മമ്പറന്നങ്ങളോട് ബന്ധമുള്ള മമ്പറന്നങ്ങളുടെ മകനെ പോലെ എന്ത് ചെയ്തു? നാട് കടത്തി. അദ്ദേഹത്തിന് വേണമെങ്കിൽ തസ്ബീഹ്മാരെയും പിടിച്ചിട്ട് പള്ളിന്റെ മൂലയിൽ ആത്മീയ നേതൃത്വം എന്ന് പറഞ്ഞ് അങ്ങനെ കൂടിയാൽ മതിയായിരുന്നു. മേലെ ചളിയാകാതെ നോക്കാമായിരുന്നു. ഇതിനെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അപ്പൊ നമുക്കുള്ളത് അവകാശം ശരിക്കും ആലോചിച്ചു. അറബ് ലോകത്ത് പോലും അറിയപ്പെട്ട മഹാനാണ് വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ആഷിഖുർ റസൂൽ എന്നാ പറയുന്നത്. സ്നേഹം അതിന്റെ പാരമ്യതയിലെത്തുമ്പോ അതിനാണ് ഇഷ്ക് എന്ന് പറയാം. ഇഷ്ക് എന്ന് പറഞ്ഞാല് ഏറ്റവും ടോപ്പിലെ സ്നേഹത്തിനാണ്. അത് നമ്മൾ കൊടുക്കേണ്ട നിമിതങ്ങൾക്കാണ് ആ സ്നേഹം കൊടുക്കേണ്ടത്. അത് എപ്പോഴും മനസ്സിലിട്ട് ഇങ്ങനെ ഉരുട്ടുക എന്നുള്ളതാണ്. അതിനാണ് ഇഷ്ക് അറിയാം.
അങ്ങനത്തെ ഒരാളായിരുന്നു വെളിയങ്കോട് ഉമർ ഖാദി. അതാണ് മൂപ്പര് പാടിയ പദ്യം കാരണം റൗദ ഷരീഫിന്റെ വാതിൽ പോലും പൊട്ടിയത്. അതിനൊക്കെ കുറച്ച് ചില്ലറ ഈമാന് പോരാത്. ആ സ്നേഹത്തിന്റെ ഊക്കൊണ്ട യാ അക്രമൽ ഖുറമാ അലാ അൽതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും യർജുൽ അത്വാഅ അലൽ ബുകാഇ ബിബാബികും വദ്ദംഉ മിൻ ഐനൈനി സാല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അദ്ദേഹത്തിന്റെ വരികളാണ്. അറബിയാളും കൂടെ ചൊല്ലിയിരുന്നു എന്നാണ്. പിന്നെ അങ്ങനെ ആ വാതിൽ തുറക്കപ്പെട്ടു. അങ്ങനത്തെ വെളിയങ്കോട് ഉമർ ഖാദിക്ക് ഇവിടെ നല്ല വിശ്രമ ജീവിതം നയിക്കാമായിരുന്നു. ആ മൂപ്പരാണ് ആദ്യം നികുതി നിഷേധ സമരം നടത്തിയത്. ആദ്യം ഉദ്യോഗസ്ഥന്മാർ വന്നു നികുതി പിരിക്കാൻ. ഇവർ പറഞ്ഞെന്താ, വിദേശികൾക്ക് നികുതി തരൂല. ഓലും അടങ്ങി നിയമപരമായി നേരിട്ട് പോലീസുകാർ വന്നു. അന്നത്തെ പോലീസ് അദ്ദേഹം വന്ന് തരാൻ പറ്റില്ല. ചാവക്കാട് തുണ്ടി നീബു സാഹിബ് നേരിട്ട് വന്നു. അത്ര മരത്തിന്റെ കാസാരിയിൽ നിന്ന് അനങ്ങാതിരുന്നു. അതന്നെ മറ്റേക്ക് വെറുപ്പായി. അവസാനം എന്തായി? അവസാനം ഇയാള് ആരാണ് ഭരിക്കുന്നതെന്ന് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചപ്പോ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് മാദാ തഖൂലു യാ ബത്വാൽ എന്ന് പറഞ്ഞിട്ട് നീബു സാഹിബിന്റെ മുഖത്തേക്ക് തുപ്പി. മുഖത്തേക്ക് തുപ്പാൻ പാടില്ല, പക്ഷെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ അത് വേണ്ടി വരും. ഏതുപോലെ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ശാപവാക്ക് പറയരുത്, ശപിക്ക. നിങ്ങളൊരു ശാപവാക്ക് പറഞ്ഞാൽ ആ ശാപവാക്ക് 7 ആകാശത്തും പോയി അലഞ്ഞു തിരിഞ്ഞ് തിരിച്ചു വരുന്ന. കാരണം ആകാശത്തിന്റെ കവാട അതിന്റെ മുന്നിൽ അടക്കപ്പെടുന്നത്. എന്നിട്ട് ഭൂമിയിലേക്ക് വരും, ഭൂമിന്റെ കവാട അടക്കും, ഇടത്തും വലത്തും നോക്കും. ഒരു ഗതിയില്ല എന്ന് കണ്ടാൽ ആരെയാണോ ശപിച്ചത് അവിടേക്ക് പോവും. അതിന് അർഹതപ്പെട്ടതല്ലെങ്കിൽ ശപിച്ച ആളിലേക്ക് വരും. ഇത്രയും ഗൗരവമാണെന്നാണ്. എന്നാൽ ഒരാൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തൻ്റെ ഭാര്യ കിടപ്പുമുറിയിൽ വേറൊരാള് വ്യഭിചാരം നടക്കുകയാണ്. അവിടെ തെളിയണമെങ്കിൽ 4 സാക്ഷി വേണം. പക്ഷെ അവിടെ സാക്ഷിനെ തേടി പോകാൻ പറ്റൂല. ആർക്ക്? ഭർത്താവിന്. അതുകൊണ്ട് ഭർത്താവിനൊരു ഇളവ് കൊടുത്തു. ശാപത്തിന്റെ വാക്ക് പറഞ്ഞാൽ മതി. ഓള് വ്യഭിചരിച്ചു, ഞാൻ കണ്ടു എന്ന് അള്ളാനെ വെച്ച് സാക്ഷിയാക്കി പറയാം. 5ാമത്തെ വട്ടം എന്ത് പറയണം? ഞാൻ ഈ പറയുന്ന കള്ളാണെങ്കിൽ അള്ളാന്റെ ശാപന്റെ മേലുണ്ടായിക്കോട്ടെ. അത് അള്ള കൊടുത്തൊരു ഇളവാണ്. 100 പറയുന്നുണ്ട് എന്നതുപോലെ ഇവിടെ തൂപ്പി ഇയാളെ മുഖത്ത് ആർക്കതിന് ധൈര്യം ഉണ്ടാകുക? ഇന്ന് വലിയ നമ്മളെ ദേശക്കൂറ് ചോദ്യം ചെയ്യേണ്ടവരുണ്ട്. ഒരിക്കലും അറിയില്ല. അറിയാത്തോണ്ടല്ല, മറച്ചു വെക്കുകയാണ്. ഇങ്ങനത്തെ പഠിപ്പിക്കണില്ലല്ലോ, ചരിത്രം പഠിപ്പിക്കണില്ലല്ലോ. അത് ആൾക്ക് വലിയ സംഭവമല്ലേ. കോഴിക്കോട് അതിന്റെ പേരിൽ ജയിലിൽ അടിച്ചു മൂപ്പരെ. പക്ഷെ ജയിലിൽ ചാടി മൂപ്പരെ. ചാടിയത് സാധാ ചാട്ടല്ല, കറാമത്തിന്റെ ചാട്ടാണ്. 2 ഉദ്യോഗസ്ഥന്മാർ കാവലും നിട്ടും തഹജ്ജുദ് നിസ്കരിക്കേണ്ട പോലെ കണ്ട. ചുടുവെള്ളം വേണമെന്ന് പറഞ്ഞു, ചുടുവെള്ളം കൊടുത്തു. അദ്ദേഹം ഒന്നു കൊടുത്തു, നിസ്കാരം തുടങ്ങി. പിന്നെ കാണില്ല. ആകെ അരിച്ചു പൊറുക്കി വരും വിറ്റേന്ന്. അപ്പൊ അദ്ദേഹം തൊട്ടടുത്ത പള്ളിയിൽ നിസ്കരിച്ചാണ് അവിടെ കുത്തിരിക്കുന്നത്. അല്ലാതെ കഥല്ലേ. അത് വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. അങ്ങനെ നമ്മളെ കഴിഞ്ഞു പോയ സൂഫികൾ, ആലി മുസ്ലിയാരൊക്കെ ഒരു മുദരിസൈനും ഒരു പള്ളിയിൽ ദർശനത്തിന്റെ ആളേനും എത്ര വലിയ സമര നായകനായി. എന്തിനു വേണ്ടിയാ? രാജ്യത്തിന് വേണ്ടി. പിന്നെ അവരെ പറ്റിയൊക്കെ തെറ്റായിട്ട് കുറെ പറയുന്നത് നമ്മൾ കാര്യാക്കണ്ട. എത്ര നുണകൾ ഇന്നത്തെ കാലത്തിനെ പറ്റി തന്നെ പറയുന്നുണ്ട്. നോമ്പ് കാലം വന്നാൽ ആ മുസ്ലിങ്ങൾക്ക് മലപ്പുറത്ത് ഹോട്ടൽ തുറക്കാൻ സമ്മതിക്കൂല, ഒരു തുള്ളി വെള്ളം കിട്ടൂല എന്നൊക്കെ ഇപ്പോഴുള്ള പത്രത്തിൽ പറയുന്നുണ്ട്, ചാനലുകാരോട് പറയുന്നുണ്ട്. പിന്നെ അതാണ് പള്ളിക്കാണ് ആൾക്കാർ അത് തൊള്ള നുണ അറിയാനും തിന്നാനേ തുറക്കുള്ളൂ എന്നുള്ള നിലക്ക് അത് കാര്യാക്കാത്തോണ്ടല്ലോ. അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. മലപ്പുറത്ത് വന്നാൽ റമദാനിക്ക് ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളൊക്കെ പാടെ അടുത്തായതുകൊണ്ട് നമുക്കറിയാലോ. നമ്മൾ കുറച്ചേരം അവിടെ നിന്നാൽ നമ്മൾ ആൾക്കാരനെ പോയി തിന്നുണ്ടാണ്. അതാ രസം. എന്നിട്ടാണ് നമ്മളെ പറ്റി ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിൻ്റെയൊക്കെ കഥ. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മൾ ഈ നീതിയും കാര്യങ്ങളും പറയുമ്പോഴേ നമ്മളെ ആളുകൾ ഇതിലൊക്കെ നമ്മളെ മുൻഗാമികളൊക്കെ വളരെ ശ്രദ്ധിച്ചാല. ഒരുപാട് ചരിത്രങ്ങൾ നമുക്കതിനെ പറയാൻ കഴിയും. കാരണം ഇസ്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പൊ നമ്മളൊക്കെ വെള്ളിയാഴ്ച കേൾക്കേണ്ട ഒരു ആയത്തുണ്ടല്ലോ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. ഈ ആയത്ത് ഈ ഖുതുബയിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത്.
ഇപ്പൊ മക്കത്തും മദീനത്തോടൊക്കെ ആയത്തോന്നും അതിൽ പറയുന്ന എന്താ? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു നിങ്ങളോട് നീതി ചെയ്യണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഈ വിഷയം നിസാ സൂറത്തിലും പരത്തി പറയുന്നുണ്ടല്ലോ. ഇവിടെ മായിദയിൽ പറയുന്നുണ്ട്, ഇനി കുറച്ച് നിസായിൽ പറയുന്നുണ്ട്, ഇതേ വിഷയം പറയുന്നുണ്ട്. നീതിയുടെ കാര്യം പറയുന്നുണ്ട്. എല്ലാ നിലക്കും നീതിയാണ് വേണ്ടത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മുടെ ജന്മനാട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് തടയപ്പെട്ട് വിഷമത്തോടുകൂടെ പോരുമ്പോഴാണ് പറയേണ്ടത്. നമുക്ക് അവരോട് വെറുപ്പുണ്ട് എന്ന് കരുതിയിട്ട് അത് ആശയപരാണ്. എന്ത് ചെയ്യണ്ട? അനീതി ഉണ്ടാകരുത് കേട്ടോ. അപ്പോ അവിശ്വാസികളായ ആളുകളുടെ പിന്നെ മതിൽ നശിപ്പിക്കുക. അന്നത്തെ കാലത്ത് ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പൊ ഇനിയിപ്പോൾ ആ വെറുപ്പുകൊണ്ട് ഒരു ഈന്തപ്പന നശിപ്പിക്കുക, അല്ലെങ്കിൽ അന്നത്തെ വാഹനം, ഇന്നിപ്പോൾ കാറിന് തീ കൊടുക്കലൊക്കെയാണ് നടക്കണ്ടേ. അന്നൊക്കെ ആണെങ്കിൽ ഒട്ടകങ്ങളെ കൊല്ലുക ഒക്കെ ചെയ്യും. വെറുപ്പുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷം കൊടുക്കുക. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളെടുത്തുനിന്ന് നമ്മളങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യരുത്. ഒരിക്കലും അനീതി വരരുത്. എന്നിട്ട് അള്ളാഹു പറയാൻ, എഴുതിരോ നിങ്ങൾ നീതിയോടുകൂടെ വർത്തിച്ചോളൂ. ഹുവ അഖ്റബു ലിത്തഖ്വാ, സൂക്ഷ്മതയോട് ഏറ്റവും സമീപസ്ഥമായത് അതാകുന്നു. ശരിയാണ്. തഖ്വയുള്ള ആളുകൾ അവരെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യും? നീതിയോടുകൂടെ വർത്തിക്കും. അവരെടുത്തുനിന്ന് ഒരിക്കലും അക്രമത്തിന്റെ ഒരു സ്വഭാവം ഉണ്ടാവൂല, അനീതി ഒരിക്കലും വരൂല. അത് അവരതിന് ജാതി മതമൊന്നും നോക്കൂല, ആരോടും കാണിക്കരുത്. അപ്പോഴാണുള്ള മതം വളരുക. അത് മതത്തിൽ കുറെ ആളുകൾ ഉണ്ടാകാൻ നമ്മൾ കുറെ ജാട കാണിക്കാന്നല്ല, നമ്മൾ അള്ള പറഞ്ഞ ആ രീതിയിൽ നിന്നാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആളുകൾ നന്നാവും. അതുകൊണ്ടല്ലോ വിട്ടുവീഴ്ചക്ക് ഭയങ്കര പുണ്യമുള്ള. മക്ക വിജയത്തിന്റെ ശേഷം നബി തങ്ങൾ ഇങ്ങനെ കഅബ തവാഫ് ചെയ്യാണ്. അപ്പോ പരിചയമില്ലാത്ത ഒരാള് നബിന്റെ ബാക്കിൽ ഇങ്ങനെ വെച്ച് പിടിച്ചു. ആര് കണ്ടാലും അതെന്താണ്? പിന്നെ തവാഫ് ചെയ്യാന്നേ തോന്നുന്നു. ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങളെ നേരെ ബാക്കിലുള്ള ആളുടെ മനസ്സ് ശുദ്ധല്ല കേട്ടോ എന്ന് പറഞ്ഞാല് അയാള് അങ്ങനെ ഉണ്ടാവും. ചില ആൾക്കാർ ചാവേറുകളാവും, ഓല് നശിക്കുന്ന ഉറപ്പാണ്. മക്ക വിജയവാളയിലൊക്കെ നബിന് എന്തെങ്കിലും ചെയ്ത പിച്ച് ചീന്തും. കാരണം 12,000 ആളുകൾ, മറ്റവരൊക്കെ പത്തി മടക്കിയിരിക്കണം. അപ്പോഴാണ് ഒരു പഹയൻ ഇങ്ങനെ വരേണ്ടത്. ഈ വിവരം കിട്ടിയ നബിതങ്ങൾ എന്താ ചെയ്ത്? നബിതങ്ങൾക്ക് വേണമെങ്കിൽ ഉമർ റളിയല്ലാഹുവിനോടൊക്കെ ഒരു സൂചന കൊടുത്താൽ മതി, പിടിച്ചോണ്ടേക്കാണ്ട് പരിപ്പെടുക്കും. പക്ഷേ നബിതങ്ങൾ നേരെ തിരിഞ്ഞിട്ട് അയാളോട് വളരെ സൗമ്യമായ രൂപത്തിൽ ചോദിച്ചു, നിങ്ങളെ ഹൃദയം ശുദ്ധല്ലേ എന്ന് വെച്ചു. മനസ്സിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാവും. ആണ് ചോദിച്ചോടുകൂടെ അയാൾക്ക് മനസ്സിലായി തൻ്റെ ഉള്ളിൽ ഇയാൾക്ക് തിരിഞ്ഞിട്ടുണ്ട്. അയാൾ ഇസ്ലാം സ്വീകരിച്ചു. അവിടെ നോക്കി നിങ്ങൾ, അവിടെ നല്ല നയം സ്വീകരിച്ചോണ്ടാണല്ലോ ഇസ്ലാം സ്വീകരിച്ചു. വിഷം കൊടുത്തൊരു പെണ്ണ് നബിതങ്ങൾക്ക് ആട്ടിന്റെ ഇറച്ചിയിൽ. സ്വഹാബത്തൊക്കെ ആകെ ഇളകി. ജിബ്രീൽ എന്ന മലക്കിന് പിന്നെ കയ്യാണ് തട്ടി ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ. കഴിക്കല് അതിൽ വിഷമുണ്ട്. അതിൽ ചില സഹാബിമാര് കൈക്കൽ തുടങ്ങി കേട്ടോ. അവർക്ക് ഏറ്റവും ചെയ്ത് കുറച്ച് പ്രയാസം ഉണ്ടായി. നബിന്റെ കൈ തട്ടി മലക്ക്. മറ്റുള്ളവരും നബിതങ്ങൾ വ്യത്യാസം ഉണ്ടെന്ന് അറിയിക്കണമല്ലോ, അവരെ ബോധ്യപ്പെടുത്തണമല്ലോ. നബിതങ്ങൾ ധാരാ കൊടുന്നു വെച്ചു. ആ പെണ്ണിനെ ഹാജരാക്കി. അപ്പോഴേക്കന്നെ ഉമർ റളിയല്ലാഹു ആകെ ഇളകിയിട്ടുണ്ട്. കഴുത്ത് വെട്ടണം എന്നുള്ളതാ. നബി മാപ്പെടുത്തു. മാപ്പെടുക്കലോടുകൂടെ ഇങ്ങനത്തെ ഒരാളുള്ള നമ്മൾ ഈ കൊല്ലാൻ വന്നത്. ആ പെണ്ണ് ഇസ്ലാം സ്വീകരിച്ചു. എത്രയോ സംഭവങ്ങൾ എന്നാൽ ചിലയിടത്ത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അപ്പൊ നബിയുടെ ചരിത്രം പറയുമ്പോൾ അങ്ങനെയുണ്ട്. നബിതങ്ങൾ ഒരു സൈന്യത്തിന്റെ ചീഫ് കമാൻഡറായിട്ട് ഇറങ്ങുകയാണ് നബിതങ്ങൾ. അതുകൊണ്ട് ഗൗരവം കാണിക്കേണ്ടടുത്ത് ഗൗരവം കാണിക്കണം, വെല്ലുവിളിക്കേണ്ടടുത്ത് വെല്ലുവിളിക്കണം. അനബിന് അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞെന്താ? ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാ ഇട്ട് വരിയുന്നു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് ഭയങ്കര ധൈര്യശാലിയായിരുന്നു. അബ്ദുള്ള നബിനെ കണ്ടിട്ടില്ല വാപ്പാനെ. മൂപ്പര് ശാന്ത പ്രകൃതമായിരുന്നു. അബ്ദുൽ മുത്തലിബ് അങ്ങനല്ല, ഒരു ആചാനുഭവമാണ്, കാഴ്ന്നുള്ള ഒരാളാണ്. എനിക്ക് അബ്ദുൽ മുത്തലിബിനെ പറയുമ്പോൾ ഞാൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയാണ് എന്ന് ഓർമ്മ വരും. മൂപ്പര് ഭയങ്കര ആഴെന്നുള്ള മനസ്സിലായിരുന്നല്ലോ അല്ലേ. ഭയങ്കര ഒരു സഹസിനെ വന്നാലാണ് ഇരുന്നാണ്ടല്ലോ. ആരാങ്ങളെ നേതാവ് പൈസ കാണാൻ മാത്രം ഉണ്ടാവും. അത് ചിലർക്ക് അങ്ങനെയാണ്. ആ ശരീരത്തിന്റെ പ്രകൃതം തന്നെ അങ്ങനെയാണ്. ആലിക്കുട്ടി ഉസ്താദ് അങ്ങനെയാണ്. അതായത് അങ്ങനെ ആ നല്ല കെട്ട കെട്ടിന്ന് ബാഫി തങ്ങൾ എങ്ങനെ ആയിരുന്നു? ആ വട്ടക്കെട്ടൊക്കെ കെട്ടിന്ന് വന്നാൽ അതുകൊണ്ടുള്ള പിന്നെ ഇത് പാർലമെന്റ് കാണാൻ പോയല്ലോ ബാഫി തങ്ങളെ.
പാർലമെന്റ് കാണണം പറഞ്ഞു. ആയിക്കോട്ടെ നിങ്ങൾ വന്നോളി പറഞ്ഞു. ഇവരവിടെ പാസ്സൊക്കെ എടുത്തുകൊണ്ട് കാത്തിക്കാണ്. പാഫിക്ക് തങ്ങൾ ഇതറിയാതെ നേരെ ചെന്നു അത്രേ. മൂപ്പര ആ കോട്ടൊക്കെ ഇട്ടിട്ട് ആ വട്ടക്കെട്ടും കെട്ടി വരവുണ്ടപ്പോൾ പാസ് എടുക്കാതെ കയറ്റിയായിരുന്നു തന്നെ. ആ സംഭവം ഉണ്ടായല്ലോ. ആ ഉദ്യോഗസ്ഥൻ മാറി നിർത്തും പോലെ ആ പിന്നെ ഗാംഭീര്യത നമ്മളുണ്ടല്ലോ ചില ഗഡുസ് കാണിക്കാറിയില്ല. അത് ഒരു ഹൈബത്ത് എന്നൊക്കെ പറയും. അത് ഒരു ഈമാനികമായ ഒരിതാണ്. അത് കണ്ടാണ്ട് അത് വലിയ തമാശയായിട്ട് പിന്നെ എല്ലാവരും അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹം ഉള്ളിൽ കയറി കയറ്റി. കാരണം ആ വരവിട് കണ്ടപ്പോഴേ ആ മനുഷ്യനെ തടയാൻ പറ്റില്ല എന്ന്. അതാണ് ഉള്ളിൽ ഉള്ളൊരു ഹൗഫ് ഇട്ട് കൊടുക്കാണ് വേറുള്ളവർക്ക്. നമ്മളായി കഴിഞ്ഞാൽ അധികാരത്തിന്റെ കസേരയിൽ ആരാണെങ്കിലും പോലെ നിയന്ത്രിക്കാൻ നമ്മൾ കഴിയും. പക്ഷെ നമുക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എല്ലാവരും തൃപ്തിപ്പെടുത്താൻ ദീനില്ലാതാക്കിയിട്ടാ പ്രശ്നം. നമുക്ക് തല മറക്കാൻ മടി, അതിന് ഓലെന്തേലും കരുതാവോ മറ്റോലെന്തേലും കരുതാവോ, അല്ല നമുക്ക് താടി വെക്കാൻ മടി. ഒരു കോലുള്ള ആൾക്കാരാണ് കിട്ടാൻ വലിയ പണിയാളെന്ന്. അത് നല്ല താടിയൊക്കെ വെച്ച് പാർലമെന്റിൽ ഇങ്ങനല്ലേ ആ ഉപയോഗിച്ചൊക്കെ കുറെ കഥ ആയത് അതുകൊണ്ടാണല്ലോ. ആ ഉത്തരവാദപ്പെട്ടവർക്കൊക്കെ വേണേ. അങ്ങനെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബഹുസ്വര സമൂഹത്തിൽ മറ്റുള്ളവരെ എങ്ങനെയാണ് സ്നേഹിക്കാന്ന് പഠിപ്പിക്കണം. നമ്മളങ്ങനെയല്ല. നമ്മൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ എല്ലാവർക്കും ഒരു അമ്മായി ആയിക്കോളും. അങ്ങനെയല്ല. അത് നമ്മളെ ഗഡുസനെ കാണിച്ചു കൊടുക്കണം. താടിയൊക്കെ നമുക്ക് വേണം ശരിക്കും. ഉത്തരവാദപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് അത് നമ്മളൊരു ഇസ്സത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതിൻ്റെതായ ഒരു മെച്ചുണ്ടാവും. അതിന് വേറെയുള്ളവർക്കൊരു പേടിയുണ്ടാവും. കളിയാക്കേണ്ടവരുണ്ടാവും. അതിപ്പോ അതിന്റെ ഭാഗങ്ങളല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാല് ഏത് കാലത്ത് നമ്മൾ എടുത്തു നോക്കിയാലും ഇസ്ലാമിന്റെ നയം എങ്ങനെയാണ്? നീതിയുടെ പക്ഷത്താണ് എല്ലാ കാലം. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണല്ലോ, അതുകൊണ്ടാണല്ലോ ഒരുപാട് ആളുകൾ അറിയാതെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നവരാണ്. ആ നന്മ കണ്ടിട്ട് കടന്നു വന്നതാണ്. അതുകൊണ്ടാണ് ഈമാനൊക്കെ പറയേണ്ട സ്ഥാനത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയേണ്ട സമയത്ത് നമ്മൾ അത്ര തന്നെ പ്രാധാന്യം ഇല്ലാന്ന് കരുതുന്ന വിഷയം അല്ലാഹു തആല പറയുന്നത്. അതാണ് ആ ഖുതുബയിൽ വരുന്ന ആയത്തിലൊക്കെ ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഇഹ്സാൻ പിന്നെ പറയുന്നുണ്ട്. ശരിക്കും ഇഹ്സാനിൽ പെട്ടു, അദ്ല് സുഹൃതങ്ങളിൽ പെട്ടു. പക്ഷെ ശ്രദ്ധയിൽ പെടാതെ പോകുന്നുള്ളതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അതിൽ തന്നെയാണ് ഇവിടെ പറഞ്ഞ ഏത് കുനു ഖവ്വാമില്ലാഹി ഖിസ്ത് പറഞ്ഞില്ലേ, ശുഹദാ ബിൽ ഖിസ്ത്. ഖിസ്ത് എന്ന നീതി, അതിൽ എന്ന് പറഞ്ഞാലും നീതി തന്നെ. അതാണ് രണ്ടാമത് ഫഅദിലു ഇഅ്ദിലു, നിങ്ങൾ നീതിമാന്മാരാകണം, നീതിയോടുകൂടെ വർത്തിക്കണം. അതാണ് വിശുദ്ധിയോട് ഏറ്റവും അടുത്തത്. എന്നിട്ട് വീണ്ടും പറയാണ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങളെ പ്രവർത്തനങ്ങളെ ഉള്ളുകള്ളി അറിയുന്നവനാണ് അല്ലാഹു. അല്ലാഹുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇനി അടുത്ത ആയത്ത് وعد الله الذين آمنوا وعملوا الصالحات لهم مغفرة وأجر عظيم. وعد الله, അല്ലാഹു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ആരോട്? അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളോട്. വഅമിലുസ് സാലിഹാത്ത്, വിശ്വാസം മാത്രം പോരാ, നല്ല ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എന്ത്? ലഹും മഗ്ഫിറ, അവർക്ക് പാപമോചനമുണ്ട്. വ അജ്റുൻ അലീം, അവർക്ക് മഹത്തായ പ്രതിഫലവുമുണ്ട്. അല്ല വാക്ക് പറഞ്ഞ ആ വാക്ക് അല്ല ലംഘിക്കൂല. നമ്മൾ പറയും പോലല്ല. നമുക്ക് ചിലപ്പോൾ നമ്മൾ മനഃപൂർവ്വം ലംഘിക്കാവൂല, ചിലപ്പോൾ നമുക്കത് പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. എന്നാൽ അല്ലാഹു പറയാ, അല്ലാഹു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എന്ത്? ഈമാനും അമലുസ്വാലിഹാത്തും ഉണ്ടെങ്കിൽ ഓൽക്ക് മഗ്ഫിറത്തും ഉണ്ടാവും, വമ്പം കൂലി. അതിൽ ഏറ്റവും വമ്പം കൂലിയാണ് എന്താ അറിയോ? സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ ഒരാളുടെ മുന്നിൽ തുറക്കപ്പെട്ടിട്ട് ഇഷ്ടമുള്ളിടത്തു കൂടി കയറാനല്ല, ഒരേ സമയത്ത് ഒരാളെ ശരീരം 8ലൂടെയും കയറാം. വമ്പം കൂലി പറഞ്ഞാൽ അതിൻ്റെ ഒരു തഫ്സീർ അതാണ്. അത് വളരെ കുറഞ്ഞ ആൾക്കാർക്ക് കിട്ടുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലാണ്. അതിന് കാരണമായൊരു സംഭവം ഉണ്ടായി. ഒരുപാട് സ്വഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ആയത്തിന്റെ തഫ്സീർ ഒന്ന് കേട്ടോളൂ. നബിയുടെ സമീപത്തുണ്ട്, സ്വഹാബിമാരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ബുദ്ധിശാലിയായിരുന്നല്ലോ. വിഷയങ്ങൾ തെര്യപ്പെടുത്താൻ പല മാർഗങ്ങളും സ്വീകരിക്കും. അത് വ്യത്യസ്തമായ രൂപത്തിൽ നബി തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ ചോദിക്കുകയാണ്, എല്ലാവരും ഉണ്ട്, കുറേ ആളുകളുണ്ട്, ആ സ്വഹാബിമാരെ കൂട്ടുന്ന നബി ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, ഇന്ന് സുന്നത്ത് നോമ്പുള്ള ആരായി ഈ കൂട്ടത്തിലുള്ള ചോദിച്ചു. ഇന്ന് സുന്നത്ത് നോമ്പുള്ള ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈപൊക്കി. നബി ചോദിക്കുമ്പോൾ പറയണല്ലോ, ഞാൻ നബിയെ എനിക്കിന്ന് സുന്നത്ത് നോമ്പുണ്ട്. അപ്പൊ എല്ലാവരും അത് കാണുക കേട്ടോ. പിന്നെ ഒരു കൂലി കളയാൻ വേണ്ടി പറഞ്ഞൊന്നും കരുതൂല. കാരണം എന്താ, നബി തങ്ങളുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കണം. റസൂല് ചോദിച്ചാൽ മറുപടി കൊടുക്കണം. റസൂല് വിളിച്ചാൽ ആ വിളി നിങ്ങൾ വേറുള്ള പോലെ വിളി പോലെ കാണരുത് എന്നാണ് സൂറത്തുൽ നൂറിൽ പറഞ്ഞത്. വേഗം ഉത്തരം കൊടുക്കണം എന്നാണ്. എന്നതുപോലെ തന്നെ അപ്പൊ ഇവിടെ വേഗം ഉത്തരം കൊടുക്കുകയാണ്. അപ്പോ എല്ലാവർക്കും അബൂബക്കർ നിന്ന് നോൽമ്പുണ്ടല്ലേ, സുന്നത്ത് നോമ്പില്ല. പിന്നീട് ചോദിച്ചു, വമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്ന് ഒരു ജനാസയെ അനുഗമിച്ചവരാരെങ്കിലും ഉണ്ടോ? ജനാസന്റെ കൂടെ പോകുക ഭയങ്കര കൂലിയാണ്. ജനാസന്റെ കൂടെ പോയ ആരുള്ളത്? അപ്പോൾ ശ്രദ്ധിക്കുന്നവർ കൈപൊട്ടി. നമ്മൾ ഈ കോവിഡിന്റെ ശേഷം ജനാസന്റെ കൂടെ പോകേണ്ടത് ചുരുങ്ങിയാണ്. ഒക്കെ ആംബുലൻസിലാണ് കൊണ്ടുപോണ്ട്. മയ്യത്തെടുക്കാൻ നേരത്തെയാണ് ആംബുലൻസ് ഇങ്ങനെ വരുന്നത്. മഴയും കാര്യങ്ങളും ഒക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വേണ്ടി വരും. അല്ലെങ്കിൽ ശരിക്ക് മറ്റേക്ക് കൊണ്ടുപോകണം. അപ്പോഴാണ് ഈ കൂടെ പോയ കൂലി. മറ്റേത് കൂടെ പോകണില്ല. ഒരു ഒട്ടകപ്പുറത്ത് 2 സഹാബിമാർ മയ്യത്തിന്റെ കൂടെ പോയപ്പോൾ നബി ചോദിച്ചു, നാളെ ഞങ്ങൾക്ക് ചോദിച്ചു, മലക്കാള് നടക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ വാഹനത്തിൽ പോവുകയാണ് ചോദിച്ചു. ഇന്നിപ്പോൾ കുട്ടിയാണെല്ലാം നിങ്ങൾ മോട്ടോർ സൈക്കിൾ എങ്ങനെ അറിയാം, മയ്യത്തിന്റെ ബാക്കിൽ പോവുകയാണെങ്കിൽ തന്നെ നല്ല ഇങ്ങനെ പോകാൻ മോട്ടോർ സൈക്കിളിൽ നല്ല ആരോഗ്യം ഉണ്ടാവും. എന്നാൽ രാവിലെ കാണാൻ പെരുന്നടത്ത് നടക്കും ആരോഗ്യം ഉണ്ടാക്കാൻ. ഇത് ഭയങ്കര കൂലിയാണ്. മയ്യത്തിന്റെ കൂടെ പോകലാ കൂലി. മയ്യത്തിന്റെ കൂടെ പോകാൻ മുന്നിക്ക് പോകണമെന്നാണ് കേട്ടോ. നമ്മൾ മയ്യത്തിന് മുന്നിക്കാ പോണ്ടേ, മയ്യത്ത് ബാക്കിലാ വരണ്ട. എന്താ അതിന്റെ കാരണം? എന്റെ ഹിക്മത്ത് എന്താ? മയ്യത്തിന് റെക്കമെൻഡ് ചെയ്യാനാ നമ്മൾ വേണ്ടത്. റെക്കമെൻഡ് ചെയ്യാനുള്ള മുന്നിക്കാ പോലെ. ഇതിന്റെ കാര്യം ഒന്ന് പറയേണ്ടി പറഞ്ഞാൽ ചോദിക്കോ എന്ന് പറയാനല്ലോ. നമ്മൾ ആദ്യം പോയിട്ട് മറ്റേ കാര്യം എന്ന് പറഞ്ഞിട്ട് പിന്നല്ലേ വാനെ ഇടപെടല്. മയ്യത്തിന്റെ മുന്നിൽ നമ്മൾ പോകുന്നതിന്റെ ഹിക്മത്ത് അതാണ്. പരമാവധി മുന്നിക്കാണ് പോകേണ്ടത്. ഇന്ന് പരമാവധി ആൾക്കാർ നേതാവ് മുന്നിൽ പ്രകടനം പോലെയാണ് വരിക. അങ്ങനല്ല, ആൾക്കാർ മുന്നിൽ പോകണം, മയ്യത്ത് ബാക്കിൽ വരണം. അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. മണ്ടാൻ പാടില്ല, പറ്റ സാവകാശമാകാൻ പാടില്ല, മിതമായൊരു സ്പീഡിൽ. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാഹനത്തിൽ കൊണ്ടുപോകാം. ഇന്നിപ്പോ പണ്ട് രാത്രി നമ്മൾ തീരെ മറിയൂലേനോ. പിന്നെ നാട്ടിലൊക്കെ ഒറ്റ സ്വിച്ച് ഇട്ടാൽ മതി, പള്ളിക്കാട് മുഴുവൻ കത്തും. കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ ആ കോവിഡ് സമയത്ത് വന്നു, പ്രശ്നങ്ങൾ വന്നു, സൗകര്യപ്പെടുത്തി. അതിൽ വേറെ ഇതുണ്ട്, അതായത് മയ്യത്ത് കൂടുതൽ വെക്കാൻ പാടില്ലല്ലോ. രണ്ടലക്ക്. ഒന്ന് ഈമുള്ള ആളാണെങ്കിൽ അയാൾക്ക് കവറിലെത്താനാണ് താല്പര്യം, ആ സുഖം കിട്ടണമെങ്കിൽ അവിടെ എത്തണം. മോശമാണെങ്കിലോ അവിടെ വെക്കൽ നമുക്ക് ബുദ്ധിമുട്ടാണെന്നാണ്, വേഗം കൊണ്ടുപോയി കഴിച്ചിലാക്കി പോകാൻ. രണ്ടാണെങ്കിൽ ഇന്നിപ്പോ കുറെ മാറ്റങ്ങൾ ആ വിഷയത്തിലൊക്കെ വന്നു. എന്തായിരുന്നാലും ജനാസന്റെ കൂടെ നമ്മൾ ഇന്നിപ്പോ എവിടെ ഇല്ലാത്ത സുന്നത്ത്, നമ്മള് സുന്നത്തില്ലാത്ത സുന്നത്ത് നമ്മൾ എടുക്കേത്. മരിച്ചാൽ ഞാൻ പോയല്ലോ, ഞാൻ മയ്യത്ത് കണ്ടു പോകുന്നു പറയും. ഇതുവായിരുന്നിട്ടില്ല, ഒരു ഫാത്തിയും കൂടി ഓതിയിട്ടുണ്ടാവില്ല, വണ്ടിയാണ് കയറിക്കാണ്ട് മയ്യത്തൊന്ന് കണ്ടുകാണ്ട് ഓൻ പോരും. അത് സുന്നത്തില്ല, അത് സുന്നത്തില്ല. കാണാമെന്നേ ഉള്ളൂ, ഒരു ഹലാലായ കാര്യം എന്നൊക്കെ ചോദിക്കും. അത് ആൾക്കാരെ കുളി കഴിഞ്ഞാൽ അത് വലിയ സംഗതിയായിട്ട് തോന്നുകയാണ് ആൾക്കാർക്ക്. ഞാനാ കാണാതെ ചോദിച്ചോക്കെ എന്നാണ്. കുളിപ്പിച്ച് കഴിഞ്ഞ് പെണ്ണുങ്ങളെ ഭാഗത്തൊക്കെ കാണാൻ നിന്നെടുത്താലേ ഓൽക്ക് വസ്വാസം തീരൂല. മളവച്ച് കണ്ടോ, ഒന്നുകൂടി കണ്ടലടിയെ കൊണ്ടുപോകല്ലേ എന്ന് പറയും. അതൊക്കെ കേടാണ്. മയ്യത്തിനെ കൂടുതലവിടെ വെക്കാൻ പാടില്ല. അത് കൈകാര്യം ചെയ്യാൻ ആളില്ലെങ്കിൽ ഉണ്ടല്ലോ, സമയമാണ് വൈകും. ഒരു ബന്ധമില്ലാത്തവർ വരെ കണ്ടില്ലെങ്കിൽ മോശം എഴുതി കാണും. അതിലേറെ സങ്കടം എന്താ വെച്ചാൽ ചിലർക്കാർ കണ്ട അഭിപ്രായമൊക്കെ പറയും. തൻ്റെ അഭിപ്രായം തെളിച്ചം പോരല്ലേ, എന്ത് തെളിച്ചം. നമ്മൾക്ക് അത് സൈലന്റ് അറ്റാക്ക് സംഭവിച്ച നീല കളറായിക്കും, വെളുത്ത ആള് നീലായിക്കും. അത് നമ്മളെ അഭിപ്രായം പറയാൻ പാടില്ല. നമ്മളെ അവസ്ഥ എന്തേക്കാരെന്ന് ആലോചിക്കണ്ടേ. അതല്ല ഈ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് വിശ്വസ്തരാകണമെന്ന് പറയാൻ കാരണം. ഒരു നിലക്കും പറയരുത്, ഇതൊക്കെ പറയരുത്, അത് ചർച്ച ചെയ്യാനേ പാടില്ല.
ചിലർ എന്ത് ചെയ്യും, ഞാനാ കുളിപ്പിച്ചേ, പറയാക്കാൻ നല്ലേ അത് പറയാൻ പാടില്ല, ഇന്ന് എത്തിനാ പറയാം. ആ പറയും പ്രശ്നമാണ് ആ വർത്താനേ. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ മറ്റവന്റെ മനസ്സിൽ കാര്യമായ പ്രശ്നം ഉണ്ടെന്നാ വരിക, എന്തോ അവലക്ഷണം ഉണ്ട്. അത് നിൽക്കരുത്, പ്രശ്നം അത് ചെയ്ത് നമുക്ക് പണി കിട്ടും പഠിച്ചവൻ്റെ അടുത്തുനിന്ന്. മയ്യത്ത് മരിച്ച വിടണം. ആക്കെ മറ്റുള്ളവർക്ക് ഭയങ്കര വിഷമം വരും. ഈ ബാക്കിയുള്ളവർക്ക് ഓൽക്ക് ഒരിക്കലും ക്ഷീണം ഉണ്ടായിരുന്നു, മരിച്ച വിഷമം അല്ലെങ്കിൽ തന്നെ ഉണ്ടാവും. ഞാൻ അതിൻ്റെ പുറമെ നമ്മൾ വിവരം ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ അത് അതിലേറെ ബുദ്ധിമുട്ടാണ്. പിന്നെ പാഠം വരുന്ന ചിലത് വേറെ ഉണ്ടാവും, അത് ചിലപ്പോൾ പറയേണ്ടി വരും, അത് വേറെ. അപ്പൊ എന്തായിരുന്നാലും പിന്നെ നബി തങ്ങൾ ചോദിക്കുന്നത്, ഇന്ന് ജനാസയുടെ കൂടെ പോയ ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ ഇന്നൊരു ജനാസന്റെ കൂടെ പോയിട്ടുണ്ട്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ഫമൻ അത്വാമ മിൻകുമുൽ യൗമ മിസ്കീനാ, ഇന്ന് ഒരു മിസ്കീനിന് ആഹാരം കൊടുത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു ഇതിപ്പോ ഒന്നും മോശാക്കണ്ട, കമ്മിയാക്കണ്ട, അങ്ങോട്ട് കൈ ഉയർത്തുക, അങ്ങനെയല്ല കേട്ടോ. 3ാം ക്ലാസ്സിലെ കുട്ടികളോട് ചില പുസ്തകം ചോദിക്കുകയെ, ഇന്ന് സുബൈ സ്കെച്ചിലൊക്കെ ഒന്ന് കൈ എന്തിച്ചാണ്, അത് ചില ഇങ്ങനെ നോക്കട്ടോ, ഒന്നിച്ചാറി. ഇനി കുനൂത്ത് ഓതിയാലൊക്കെ അങ്ങനെ തന്നെ കൈ പൊന്തിച്ചോളി, കുനൂത്ത് ഓതാത്തോല് താത്തിക്കോളി അറിയും, എല്ലാവരും നല്ല പൊന്തിച്ചോളും എന്തിക്കും നിസ്തവിക്കാം. മോനെ ഇന്ന് രാവിലെ ഓതിയ കുനൂത്തൊന്ന് ഓദിക്കാം, അല്ലാഹുമ്മ ഹ്ദിന അല്ലാഹുമ്മ ഹ്ദിന കിട്ടണില്ല, അവിടെ നിന്നാണ് പോവില്ല വണ്ടി. അപ്പൊ ഓതിയിട്ടില്ല, രാവിലെ ഓതിന്ന് പറയും. രാവിലെ ഓതി സുബൈക്ക് ഓതി, പക്ഷെ 7:00 മറന്നാണ്. അപ്പൊ എന്താ വെച്ചാൽ വെറുതെ പറയാ, കുട്ടികൾ വെറുതെ പറയും, എല്ലാവരും കൊന്തിക്കും. ചിലര് പിന്നുണ്ടല്ലോ സത്യം പറയണം, അങ്ങനത്തെ കുറച്ച് ശുദ്ധ മനസ്കരം ഉണ്ട് കേട്ടോ. സുറുമ്പുളി ഉണ്ടാവില്ല, ഞാൻ കേട്ടിട്ടില്ല എന്നെന്ത് ചെയ്യും പറയല്ലോ, അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇവിടെ അങ്ങനല്ല, വെറുതെ പറയല്ല, ഇവരെന്ത് ചെയ്യാണ്, പിന്നെ നേരെ കൃത്യമായിട്ട് പറയാ, ഞാൻ ഇന്നൊരു മിസ്കീനാഹാരം കൊടുത്തിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാം ശ്രദ്ധിക്കേണ്ട ആളായിരുന്നേ, മിസ്കീനാഹാരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ഇന്നൊരു രോഗസന്ദർശനം നടത്തിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇന്നൊരു രോഗിനെ കാണാൻ പോയെന്ന് പറഞ്ഞു. നബി അവിടെ നിർത്തി, ഒരാളെ നിർത്തി. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, പിന്നെ റസൂൽ തങ്ങൾ പറയാണ്, ഈ കാര്യങ്ങൾ മുഴുവനും ഒരാളിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ കടക്കാതിരിക്കുകയില്ല. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയാണ്, നിങ്ങൾ സ്വർഗത്തിന്റെ 8 വാതിലൂടെയും കയറും. ആദ്യം 8 വാതിലിനെ പറ്റി പറഞ്ഞു കൊടുത്തു. അത് ഇഷ്ടം, നമ്മൾ ഒളുവിനെ പറ്റി പറഞ്ഞപ്പോൾ പിന്നെ ഒളുവിന്റെ ശേഷമുള്ള ദ്വാരന്നാലേ സ്വർഗത്തിന്റെ 8 കവാടങ്ങളെ തുറക്കപ്പെടുന്ന, ഇഷ്ടമുള്ളവിടെ കൂടി കയറാം. ഇപ്പൊ ഇതിൽ നിറയെ സ്വർണ്ണം ആഭരണം നടത്തണം. ഇതിൽ കയറുന്ന ആൾക്കാർക്ക് അതൊക്കെ എടുത്തുകൊണ്ടുപോകാം. ഇതിന് 8 വാതിലും വെച്ചു. ഇഷ്ടമുള്ളടത്ത് കൂടി ഖുർആൻ ക്ലാസ്സിന് വരുന്നവർക്കൊക്കെ കയറാം. ഇഷ്ടമുള്ളടത്ത് കൂടി കയറിക്കോളി പറഞ്ഞാലേ പടച്ചോനെയാണ് കയറിക്കഴിഞ്ഞാൽ ഒരു വാരിക്കൊണ്ടുപോലുണ്ടാവില്ലേ. 8 വാതിലൊക്കെ കൂടി ഒരേ സമയത്ത് കയറാന്ന് പറഞ്ഞാലോ, അങ്ങനെ ചിലർക്ക് അവസരം ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്നിട്ട് ശ്രദ്ധിക്കുന്നവരോട് പറയാണ്, താങ്കൾ ആ കൂട്ടത്തിലാണ്. എല്ലാവർക്കും വല്ലാത്തൊരു ആഗ്രഹം. അപ്പൊ അതിന് മാത്രം ഈമാനും ഇഖ്ലാസും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസരം അള്ളാഹു തആല കൊടുക്കും. നമുക്ക് ഏതെങ്കിലും ഒരു വാതിലൂടെ കയറിയാൽ മതി സംഭവം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പക്ഷെ ഇവിടെ നോക്കൂ, നമ്മൾ വല്ലാതെ മൈൻഡ് ചെയ്യാത്ത ചില കാര്യങ്ങളാണ്. പാവപ്പെട്ടവർക്ക് ഒരു ആഹാരം കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഒരു രോഗസന്ദർശനം നടത്തുന്നത്, അതുപോലെ തന്നെ ഒരു ജനാസന്റെ കൂടെ നമ്മൾ പോകുന്നത്, ഇതൊക്കെ നമ്മൾ വലിയൊരു സംഗതിയായിട്ട് കാണില്ല. എന്നാൽ അതൊക്കെ വലിയ പ്രധാനപ്പെട്ട സംഗതി. ഇതാണ് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്ത്? വഅദല്ലാഹുല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അളീം. ഈമാനുള്ള ആളുകളോട്, സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരോട് അല്ലാഹു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, ലഹും മഗ്ഫിറ, അവർക്ക് പാപമോചനമുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഈമാൻ ഉണ്ടെങ്കിലും ആളുകളുടെ അടുത്തുനിന്ന് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരാം. മനുഷ്യന്മാരങ്ങനെ അല്ലാഹു സൃഷ്ടിച്ചത്. പക്ഷേ നല്ല അമലുകൾ അങ്ങനെ ചെയ്താൽ, ഈമാനോടുകൂടെ ചെയ്താൽ പടച്ചോൻ ആ ദോഷങ്ങൾ പുറത്തുതരും. പടച്ചോൻ നമുക്ക് ദോഷങ്ങൾ പുറത്തുതരും, മഗ്ഫിറത്ത് തരും. അതോടുകൂടെ തന്നെ വലിയ പ്രതിഫലം അല്ലാഹു തആല തരികയും ചെയ്യും. ഇനി ഇത് പറയുമ്പോൾ അതിന്റെ നേരെ മറിച്ച് ഒരു വശം കൂടിയുണ്ട്, അതും കൂടി പറയണം. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര താല്പര്യകരം, പ്രശ്നമില്ലല്ലോ, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അമലാണ് ചെയ്താൽ മതി, അപ്പൊ പിന്നെ അക്കണ പൊറുക്കപ്പെടും.
അങ്ങനെയുള്ള ചില ആൾക്കാർ പറയില്ല, അതൊന്നും ഇപ്പൊ നമ്മളങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയല്ല, പറഞ്ഞിട്ടൊക്കെ കാര്യമുണ്ട്. നമ്മൾ ആദ്യമേ തീരുമാനിക്കുകയാണ് എന്ത്, അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ ആകരുത്. തെറ്റ് ആളുകളെ നമ്മൾ ഓരോ സന്ദർഭവും സാഹചര്യങ്ങളൊക്കെ നോക്കണം. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ഇവിടുന്ന് അങ്ങനെ 5-ാമത്തെ ഖുർആൻ ക്ലാസ് ഉച്ചക്കത്തെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രിൻ്റെ അടി കുറഞ്ഞൊരു ടൈമുണ്ട്. അപ്പോൾ ഞാൻ മലപ്പുറത്തെ നമ്മളൊരു സുഹൃത്തിൻ്റെ ഒരു കട ഉണ്ട്, ചെറിയൊരു തുണിക്കട ഉണ്ട്. അപ്പോൾ കുറഞ്ഞ സമയം ഉണ്ടായപ്പോൾ മൂപ്പരിനോട് പറയും, നിങ്ങൾ സമയം ഒഴിവുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, ചായയൊക്കെ ഇവിടുന്ന് കുടിക്കാലോ പറഞ്ഞു. ചായയൊക്കെ ടെക്സ്റ്റൈൽസ് കൊടുന്ന് ഞങ്ങൾ കുടിക്കുകയാണ്. അപ്പോൾ ഒരു സഹോദരന് വന്നു, ഒരു ചെറുപ്പക്കാരൻ കുട്ടി വന്നു. നമ്മൾ തെറ്റ് എല്ലാം മൈൻഡ് ചെയ്യാക്കരുത് എന്നുള്ളൊരു പറയാം. ഇപ്പം നേരെ കയറി വന്നിട്ട് മൊബൈൽ എടുത്തിട്ട് ഓനെ ഇങ്ങനെ ഈ കിടക്കാരനായ നമ്മളെ സുഹൃത്തിന് കാണിച്ചു കൊടുത്തു. ഈ സർട്ടിഫിക്കറ്റ് നോക്കിയാണ്. അല്ല, അയാൾ കണ്ണടക്കെ വെച്ചത് പയക്കാൻ പാടില്ലല്ലോ, കള്ളിയും കളറും ഒക്കെ. അയാളിങ്ങനെ നോക്കിയിട്ട് അതുണ്ട് പറഞ്ഞു. എന്നിട്ട് അയാൾ നോക്കിയിട്ട് എടുത്തു കൊടുത്തു. അപ്പോൾ നോക്കിയിട്ട് ഈ മൊബൈലിൽ അങ്ങനെ തട്ടിച്ച് നോക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്ത് ഇതൊക്കെ കാണുന്നുണ്ട്, ഇതല്ലായിരുന്നു, ഇത് കുറച്ച് മാറ്റേണ്ടതാണ്, ഇത് കുറച്ച് ഡാർക്ക് കമ്മിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇയാൾ പിന്നെയും മൊബൈൽ പിടിച്ചേമ നോക്കി ഒന്നെടുത്തെടുത്തു. അപ്പം പറയില്ല, അത് ലൈറ്റ് കൂടുതൽ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാൾ 5-6 ഇതൊക്കെ എടുത്ത് വന്നിട്ട് അവസാനം പറഞ്ഞോ, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കുട്ടിയാണ്. ഓൻ പോയി. ഓൻ ഇറങ്ങിയപ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓനോട് ആ ഷർട്ട് ഇട്ട് വരാൻ പറഞ്ഞാൽ മതിയാനോ, ഈ മൊബൈലിൽ ഫോട്ടോ എടുത്ത അക്ഷരം തിരിയില്ല. ഓനോട് ഷർട്ട് ഇട്ട് വരാൻ പറഞ്ഞിരുന്നെങ്കിൽ വേണ്ടല്ലോ പറഞ്ഞു. അപ്പോൾ ഇയാൾ ചിരിച്ചുകൊണ്ട് അറിയാണ്, അതിനാ ഷർട്ട് ഇടാൻ ഓന് കിട്ടണ്ടേ, ഓനൊരു സിനിമാ നടൻ്റെ ഫോട്ടോ വെച്ച് കാണിച്ചു തരേണ്ടത്. മനസ്സിലായോ? ഒരു സിനിമാ നടന്റെ ഫോട്ടോ ആണ് ഇതിൽ കാണിച്ചു കൊടുക്കേണ്ടത്. ഇയാളിട്ട ഈ കുപ്പായം എന്നാണ് പോലെ പറയണ്ടത്. അയാൾ ചിലപ്പോൾ ആ കുപ്പായം കൊണ്ട് ഇടങ്ങാറായി കൈകാരം അടിച്ചില്ല ഇനിയിപ്പോഴാണ് ഇവൻ അതിന് തെണ്ടി ഇറക്കണം. ഇനിയിപ്പോൾ ഏതൊക്കെ ടെക്സ്റ്റൈൽ നടത്ത് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്നേഹം നമ്മൾ നിവിധങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ, ഈ ഒരു പുടുത്തം വിട്ട ഈ അനുകരണം നമ്മൾ നേരെ ദീനിന്റെ കാര്യത്തിന് കൊടുത്തിരുന്നെങ്കിൽ, ആ സിനിമാ നടനെ ഒരു റോൾ മോഡലാക്കുന്നതിന് പകരം ഈ ശുദ്ധീകരിക്കുന്നവരെ പിടിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഉമറിലുള്ളാനെ പിടിച്ചിരുന്നെങ്കിൽ നമ്മൾ കഴിച്ചിലാവും. ഇങ്ങനത്തെ ഒരു കാലാണ്. എത്ര സാഹസപ്പെട്ട ഓൻ നടക്കേണ്ട അറിയുക. ആ കുട്ടി ചെറുപ്പക്കാരൻ കുട്ടിയാണ്. ഇങ്ങനെ ഇപ്പൊ നമ്മൾ നേരെ മുന്നിൽ ചാടിയാ പിന്നെ അപ്പൊ തന്നെ നിങ്ങൾക്ക് പറയാനൊരു വിഷയമായിരുന്നു കടക്കാരനോട്. ഇതാണ് നടക്കേണ്ടത്. അപ്പൊ ഇതൊന്നും നമ്മൾ ചെറിയ തെറ്റാണെന്ന് കരുതരുത്. ഈ അനുകരണം അതിപറ്റസ്റ്റാക്ക് എപ്പോഴും പറയും, ഈ ക്രൈസ്തവ രാജ്യങ്ങളിലുള്ള കളിക്കാരുടെ പേരുകളൊക്കെ പുറത്തെഴുതിയ മുദ്രണം ചെയ്ത ഈ ടീഷർട്ടുകളൊന്നും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കരുത്. ശരിയല്ലേ? നമ്മളെ കുട്ടികളൊക്കെ അതാ നമ്മള് അവന് കിടക്കുമ്പോടാനാണ് അങ്ങോട്ട് ജുമക്ക് പോകുമ്പോൾ തന്നെ ഇട്ടുപോവുക. ആ പള്ളിക്ക് സ്വലാത്തുണ്ട് തന്നെ പോകും. അങ്ങനെ സ്വലാത്തിനോടുള്ള ഇഷ്ടം പോലെ ചീരിഞ്ഞു കൊടുക്കും. അപ്പൊ കുട്ടികളൊക്കെ പോകും. എന്നിട്ട് ഈ കുപ്പായിട്ടവുക മെസ്സി കക്ക എംബാപ്പ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടല്ലേ എഴുതിക്കുക, പുറം മുഴുവതേക്കാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വെറുപ്പാണ്. ഇനി അത് മാത്രമല്ല, ഓന്റെ ബാക്കിൽ സ്കരിക്കേണ്ടവന് മെസ്സിക്ക് 10 വയസ്സായിരിക്കും ഫാത്തി ഓതുമ്പോൾ ഓന്റെ ചിന്ത ഇവരീസ് നല്ല സൗകര്യമല്ലേ. ഇതൊരു കാരണം കിട്ടിയാൽ മതിയല്ലോ. നമ്മളിപ്പോ അങ്ങേ തലക്കെ പള്ളിന്റെ ചുമരുമ്പോ ഒരു കലണ്ടർ ഉണ്ടെങ്കിൽ ആ കലണ്ടർ മാറ്റിയിട്ടില്ല. ജനുവരി ഉള്ളപ്പോഴേല് ഉണ്ടോ വനസ്കാരം അന്ന് പോയി തന്നെ. ഇപ്പൊ മുന്നേ തന്നെ ഉണ്ടാവും സമയമൊക്കെ നല്ല ഡിജിറ്റൽ ബോർഡുകൾ, അതിങ്ങനെ ഗവേഷണം ചെയ്യും. എന്താ ക്ലിയർ, എന്റെ വല്യപ്പൊക്കെ പോയി കാണാതെ പോയല്ലോ. നിസ്കാരത്തിൽ തന്നെ ഞാൻ തമാശ പറയല്ല, അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇത് വേഗം പോകും. അപ്പോ ഈ തെറ്റുകൾ തന്നെ ഈ അനുകരണം വലിയൊരു പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞത്. അനുകരണം നമ്മൾ ആരെയാണ് അനുകരിക്കുന്നത്? അവരൊന്നും നമ്മളെ രക്ഷക്കുണ്ടാവില്ലല്ലോ. അപ്പോ നേരെ എതിര് പറയണം, ലാഘവത്തോടു കൂടെ കാണരുത്. അതിനാണ് അടുത്ത ആയത്ത്, വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം. വല്ലദീന കഫറൂ, സത്യത്തെ നിഷേധിച്ചവർ, വകദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ആയത്തുകളെ നിഷേധിക്കുകയും ചെയ്തവർ, ഉലൈക അസ്ഹാബുൽ ജഹീം, അവർ ജഹീം എന്ന നരകത്തിന്റെ അവകാശികളാകുന്നു. ആദ്യം പറഞ്ഞ ഈമാനും അമലു സ്വാലിഹാത്തും ഉണ്ടെങ്കിൽ ഓൽക്ക് മഗ്ഫിറത്ത് ഉണ്ടാവും. തെറ്റുകളാണ് പൊറുക്കപ്പെടും. തെറ്റുകൾ പൊറുക്കപ്പെടുകയാണ്. ആ മാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഓന് വമ്പം കൂലി കിട്ടുകയാണ്. എന്താ കാരണം? അമല ചെയ്തു,
പിന്നെ മാനുഷികമായിട്ട് വന്ന ചില പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടുകയാണ്. ഈമാനില്ല പിന്നെ അമലുണ്ടായിട്ട് കാര്യമില്ല. ഈമാനില്ലാതെ നമ്മൾ എത്ര വലിയ സുഹൃതങ്ങൾ ചെയ്താലും ഇവിടുന്ന് കിട്ടും കേട്ടോ. അതാണ് നമ്മൾ ആ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഭൗതിക കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ഭൗതിക കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ വലിയ വലിയ ആൾക്കാരുടെ അടുത്തൊക്കെ വലിയ ഉസ്താദ്മാരുടെ അടുത്തൊക്കെ ഇത് വരക്കാൻ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ വരുമല്ലോ, കല്യാണം ശരിയാകാൻ, രോഗം മാറാൻ, അതിനൊക്കെ അത് വരക്കാം. ഓൽക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. തൃപ്പഞ്ച് ഉസ്താദിൻ്റെ അടുത്തൊക്കെ അങ്ങനെ കുറേ ആൾക്കാർ വന്നിന് മൂപ്പരൊക്കെ എന്നാൽ ഭയങ്കര സൂഫിയാണല്ലോ. ഓരോരുത്തർക്കും ഫിറ്റായിട്ടാ പറഞ്ഞു കൊടുക്കുക. ഒരു ഹിന്ദു സഹോദരൻ ചെന്നിട്ട് ഇങ്ങനെ പിന്നെ ഊരവേദന ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഈ എന്തോ ഒരു ചെടി പറഞ്ഞു കൊടുത്തു, അതുകൊണ്ട് പുറത്തൊന്ന് അടിച്ചാൽ മതിയാണ്. അത് ചോറിയുള്ള ഇതേനും പോലെ ഇളതുകൊണ്ട് അടിച്ച് ചൊറിഞ്ഞിട്ടും കെട്ടും മാന്തിയിട്ട് വേദന പോയാകും. അള്ളാഹു ആലോ എന്താണ് അതിൻ്റെ ഹിക്മത്ത് എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയുള്ളൂ. നമ്മളാരോടും പറഞ്ഞു കൊടുക്കരുതേ. ഓൻ കൊട്ടേഷനെ വിടും, ഓനെ നമ്മളെ ചവിട്ടാൻ വെച്ചെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവർ പറഞ്ഞു കൊടുക്കണം. അപ്പം എന്താ അറിയോ, അവർക്ക് വേണ്ടി നമുക്ക് ഇത് വരക്കാം. അപ്പം നമ്മളോടൊക്കെ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ പ്രാർത്ഥിക്കാൻ പറയലുണ്ട്. ചില ഖുർആൻ ക്ലാസ്സുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു വരലുണ്ട്. ഈ പരിസരത്തു നിന്നൊക്കെ ഉണ്ട് അങ്ങനെ കുറേ ആൾക്കാർ. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. മഹുഫറത്തിന് ദ്വാരക്കരുത്, അവർക്ക് ഹിദായത്തിട്ടാൻ ദ്വാരക്കാം. പക്ഷെ ഒരു മരിച്ചാൽ അവർക്ക് പടച്ചോൻ പുറത്തെടുക്കട്ടെ എന്ന് ദ്വാരക്കാൻ പാടില്ല. മതപരമായ വിലക്കുണ്ട്. കാരണം ശിർക്കോട് കൂടെ കുഫ്രോട് കൂടെ മരിച്ചാൽ പിന്നെ അവിടെ പൊറുക്കലിന് തരുന്ന പ്രശ്നം തന്നെയില്ല, അത് വരുന്നില്ല. അപ്പൊ എന്തായിരുന്നാലും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നന്മകൾ, നല്ല കാര്യങ്ങൾ, ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ആൾക്കാരെ സഹായിക്കേണ്ട ഒക്കെ നല്ല ആൾക്കാരുണ്ടാവും. അതിനൊക്കെ അവർക്ക് ഇവിടുന്ന് കിട്ടും. മനുഷ്യത്വം കാണിക്കുമ്പോൾ അതുണ്ടാവും. എന്നാ പരലോകത്ത് അത് മരുഭൂമിയിലെ മരീചിക പോലെയാണ്, വെള്ളത്തിലെഴുതിയതുപോലെയാണ്. അതിനെന്തുണ്ടാവില്ല, പ്രതിഫലം ഉണ്ടാവില്ല. അല്ലാഹു പറയാണ് ഉലൈക അസ്ഹാബുൽ ജഹീം, അവർ നരകത്തിന്റെ അസ്ഹാബാകുന്നു, ആളുകളാകുന്നു. അസ്ഹാബുർ റസൂൽ അറിയില്ല നമ്മൾ, നബിയോട് സഹവസിച്ചവർക്ക് നബിയുടെ സഹാബിമാര്, കൂട്ടുകാര്, ഇവര് നരകത്തിന്റെ കൂട്ടുകാരാ. ജഹീമെന്ന് നരകത്തിന് പറയാൻ തന്നെ കാരണം ചൂട് ഓവറാന്ന് അറിയിക്കാനാണ്. വേറെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിയാളുന്ന അഗ്നിയെ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ലൈലി സൂറത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് താക്കീതയാണ് മക്കളെ. ഏത്? കത്തി ആളുന്ന നരകത്തെ, കത്തി ജ്വലിക്കുന്ന നരകത്തെ ഞങ്ങൾക്ക് താക്കീതയാണ്. അങ്ങനെ ഒന്നുണ്ട്. ചൂട് നമുക്ക് സഹിക്കാൻ കഴിയില്ല. 2 ദിവസം മഴ ഒന്ന് കമ്മിയായപ്പോഴേക്ക് വെയിലല്ല, ചൂട് പിടിക്കാൻ തുടങ്ങിയല്ലോ, ചൂട് പിടിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മളിങ്ങനെ പറയും, പോയോ മഴ, നന്നായി ഇങ്ങനെ പെയ്യാണെങ്കിൽ വെള്ളം കയറും ആവല്ലേ, അപ്പൊ ഇങ്ങനെ പെയ്താ കാട്ടുക എന്ന് പറയും. ഇത് ഏതിലൊക്കെ ഒന്ന് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയില്ല. തണുപ്പാണെല്ലാം പൊഴച്ച് കിടന്നാൽ മതി. ചൂടാവും ഭയങ്കര ഇടങ്ങാറാണല്ലേ. എന്നാ ചൂട് ഓവറായാലോ, ഒറിജിനൽ അഗ്നിയായാൽ അതിന്റെ ഒരു 70 ഇരട്ടി കൂട്ടിയൊക്കെ എന്നൊക്കെ ഇരുമ്പൊക്കെ ഉരുക്കുന്നുണ്ടല്ലോ, അതിന്റെ ചൂടത്ര, അതിന്റെ ഒരു 70 ഇരട്ടി കൂടുതൽ. ഇവിടുത്തെ ഏറ്റവും ടോപ്പിലെ ചൂടിന്റെ 70 ഇരട്ടി കൂട്ടി. അതാണ് ജഹീം. അതാണ് അസ്ഹാബുൻ നാർ എന്ന് പറയാതെ അസ്ഹാബുൽ ജഹീം, ജഹീം, അതുപോലെ തന്നെ ജഹന്നമ്, ഹുത്തമ, ലവ, ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുകൾ നരകത്തിന് പറയാൻ കാരണം അത് അതിൻ്റെ ചൂടും അതിൻ്റെ തീവ്രതയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തിനെ നിങ്ങൾ ഓർത്തോളൂ. വമീസാഖഹുല്ലദീ വാസഖകും ബിഹി ഇദ് ഖുൽതും സമീഅനാ വഅതഅനാ. ഞങ്ങളെല്ലാം കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സന്ദർഭം. നിങ്ങളിൽ നിന്ന് അല്ലാഹു വാങ്ങിയ കരാറിനെയും ഓർക്കണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ അലീമും ബിദാത്തിസ് സുദൂർ, തീർച്ചയായും അല്ലാഹു ഹൃദയത്തിലുള്ളത് വരെ അറിയുന്നവനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കൂനൂ ഖവാമീന ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളണം. ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് സാക്ഷിയാവുകയും വേണം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ,
വലാ യജ്രിമന്നക്കും നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ ശനആനു ഖൗമിൻ ഒരു ജനതയോടുള്ള നിങ്ങൾക്കുള്ള എതിർപ്പ് അത് നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ അലാ അല്ലാ തഅദിലൂ അവരോട് നീതി ചെയ്യാതിരിക്കുന്ന കാര്യത്തില് അവരോട് അനീതി കാണിക്കുക അതിന് നിങ്ങൾക്കൊരിക്കലും പ്രേരണ ആകാതിരിക്കണം. എഴുതിലോ നിങ്ങൾ നീതിയോടുകൂടെ അവരോട് വർത്തിച്ചോളൂ. ഹുവ അഖ്റബു ലിത്തഖ്വാ വിശുദ്ധിയോട് ഏറ്റവും ബന്ധപ്പെട്ടതാണ്. വത്തഖുല്ലാഹ് നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഉള്ളുകള്ളി അറിയുന്നവനാണ്. വഅദല്ലാഹു അല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് സത്യത്തിൽ വിശ്വസിക്കുകയും സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്തവരോട് അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എന്ത്? ലഹും മഗ്ഫിറ അവർക്ക് പാപമോചനമുണ്ട്. വഅജ്റുൻ അദീം വമ്പിച്ച പ്രതിഫലവുമുണ്ട്. വല്ലദീന കഫറൂ സത്യനിഷേധികൾ വകദ്ദബൂ ബിആയാതിനാ നമ്മുടെ ആയത്തുകളെ വ്യാജമാക്കുകയും ചെയ്തവർ ഉലൈക അസ്ഹാബുൽ ജഹീം അവർ തന്നെയാണ് നരകാവകാശികൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും വമീസാഖഹു واثقكم به إذ قلتم سمعنا وأطعنا واتقوا الله إن الله عليم بذات الصدور يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون وعد الله الذين آمنوا وعملوا الصالحات لهم مغفرة وأجر عظيم والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم صدق الله العلي العظيم.